ക്ലാസ് ആണോ മാസാണോ എന്ന ചോദ്യത്തിന് ഇവർ ക്വാളിറ്റിയുടെ ആൾക്കാരാണെന്ന് ഞാൻ മറുപടി പറയും. ഒരു സിനിമ എടുത്താൽ ഒരു ഹിപ്പ് ഹോപ്പെങ്കിലും വേണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പം അങ്ങനെ പല സിനിമകളിലും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൻ്റെ സിനിമ പറയുമ്പോൾ അത് ചിലപ്പോൾ ഒരു ട്രാക്കെങ്കിലും ഹിപ്പ് ഹോപ്പൊക്കെ എഴുതാവുന്ന പരിപാടികൾ ആലോചിക്കാവുന്നതാണ്. ഇപ്പോൾ ഉറ്റവർ മുഴുവൻ ഒരുത്തനെ വേഗം കാലന് നൽകാൻ ധൃതിയിലോട്ടം എന്നാണ് 4 വരി തുടങ്ങുന്നത്. ഉറ്റവർ മുഴുവൻ ഒരുത്തനെ വേഗം കാലന് നൽകാൻ ധൃതിയിൽ ഓട്ടം നടക്കുവാണെന്ന് പറയുന്ന വരിയാണ്. കാർന്നോർക്കില്ല മരിക്കാനിഷ്ടം ബന്ധുജനത്തിനത് അത്യാവശ്യം. അല്ലാതെ പിന്നെ അവിടെ ആകാശത്ത് കിടക്കാൻ പറ്റുമോ? കട്ടിൻ്റെ മുകളിൽ തന്നെ കിടക്കണത്. നല്ല പിള്ളേരെ എൻ്റെ മോനേക്കായാലും നല്ലതാ. നല്ല കാര്യങ്ങൾ എന്തെല്ലാം വരുന്നു. ലഗേരിയ ഹോം മുന്നാഭായ് എന്ന് പറഞ്ഞ പടം ഗാന്ധിസം സ്വീകരിക്കാനാണ് ആവശ്യപ്പെട്ടത്. അതിലെത്ര പേര് സ്വീകരിക്കുന്നു? അപ്പോൾ തിന്മ കണ്ടാൽ മാത്രം ഇൻഫ്ലുവൻസ്ഡ് ആകും, നന്മ കണ്ടാൽ ഒരിക്കലും പ്രേക്ഷകർ ഇൻഫ്ലുവൻസ്ഡ് ആകില്ല എന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഒരു മാറ്റവും വരാതെ ബോഡി സൂക്ഷിച്ച് വെച്ചേക്കുമായിരുന്നു. അപ്പം എനിക്ക് പെട്ടെന്ന് ഓടി എത്താൻ പറ്റി. ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഓൺലൈൻ മീഡിയ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഒരു വലിയൊരു നന്ദി, ഒരു സ്വാഗതം പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ പ്രത്യേകിച്ചും ഇപ്പോൾ യുവതലമുറയെല്ലാം വയലൻസ് ആണ് കൂടുതൽ സിനിമയിലൊക്കെ നമ്മൾ കാണുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു കുടുംബചിത്രം അല്ലെങ്കിൽ നല്ലൊരു പ്രമേയം, ഒരു ഗ്രാമത്തിൻ്റെ തനിമയും നന്മയും ഒക്കെ കൊണ്ടുവരുന്ന ഒരു ചിത്രമായിരിക്കും പരിവാർ എന്ന ഒരു സിനിമ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ ഓഡിയോ ലോഞ്ചുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ എല്ലാവരും എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും ആദ്യം ഐ വുഡ് ലവ് ടു ഹാവ് ഓൺ സ്റ്റേജ് നമ്മുടെ പ്രിയപ്പെട്ട ബിജിപാൽ സർ. അപ്പോൾ അദ്ദേഹത്തെയാണ് ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. പ്ലീസ് സർ, വെൽക്കം. നമസ്കാരം. പരിവാർ എന്ന് പറയുന്ന സിനിമ, പേര് പരിവാർ എന്ന് പറയുന്ന കുടുംബം, അതിലൊരു വാറുണ്ട്, യുദ്ധം, കുടുംബത്തിലുള്ള ഒരു യുദ്ധം, ചെറുകിട യുദ്ധമാണ്. ജഗദീഷ് ചേട്ടനും ഇന്ദ്രൻ ചേട്ടനും ഒക്കെ തമ്മിൽ ഇദ്ദേഹവും ഒക്കെ ഉണ്ട്. 4 ബ്രദേഴ്സാണ്. ഇതൊരു സാധാരണ എല്ലാവർക്കും ഭയങ്കര ഒരു ഫീൽ ഗുഡ് കുടുംബചിത്രം എന്നുള്ളതിനപ്പുറം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കാർ കയറില്ല എന്ന് എനിക്ക് തോന്നുന്നു തിയേറ്ററിലേക്ക്. പക്ഷേ ഇതിനകത്ത് അടിമുടി ഫണ്ണുണ്ട്, വളരെ സട്ടിലായിട്ട് ഹ്യൂമറുണ്ട്, പിന്നെ റിയലിസ്റ്റിക്കാണ്, ഒരു എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കുടുംബത്തിൽ നടക്കുന്ന നേരം പോക്കുകളും അപ്രതീക്ഷിതമായി വരുന്ന ചില ഫൺ കലർന്ന ആകസ്മികമായ ഇൻസിഡൻറ്റുകളും ഒക്കെ ചേർന്നും അവസാനം ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ക്ലൈമാക്സും, അതും ഫൺ തന്നെ. എല്ലാം കൊണ്ടും പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 5 പാട്ടുകളുണ്ട്. സന്തോഷ് വർമ്മയാണ് 5 പാട്ടുകളും എഴുതിയിട്ടുള്ളത്. സിനിമയ്ക്ക് വേണ്ടി തന്നെ ചെയ്ത പാട്ടുകളാണ് എന്നതിനപ്പുറം പക്ഷേ നമുക്കൊരു പ്രതീക്ഷയുള്ളത് സിനിമയോടൊപ്പം വളരുകയും അത് ഒരുപക്ഷെ കാലത്തിൻ്റെ എല്ലാ സമയത്തും ആളുകൾക്ക് കേൾക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്ന ഒരു പാട്ടുകൾ കൂടിയായിരിക്കും അത്. ലവ് സോങ് ഉണ്ട്, അതുപോലെ സറ്റയർ, ഒരു കോമഡി ബേസ്ഡ്, പക്ഷേ അതൊരു വേറൊരു തരത്തിൽ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഒരു നമ്മുടെ സൂരജ് സന്തോഷ് പാടിയിട്ടുണ്ട്, സംഗീത ശ്രീകാന്ത്, ഭദ്ര, അതുപോലെ കരിന്തലക്കൂട്ടത്തിലെ രമ്യത് രാമൻ പാടിയിരിക്കുന്നു. പിന്നെ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ജസ്റ്റിൻ, ഇപ്പോൾ യുവ തലമുറയുടെ മ്യൂസിക് കമ്പോസർ ജസ്റ്റിൻ്റെ മകൾ കുഞ്ഞുകുട്ടി തൻവി, അവൾ പാടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പാട്ടുകൾ കൊണ്ടും സമ്പന്നമാണ്. പാട്ടുകൾ തിരികെ കയറ്റാൻ വേണ്ടി ഉള്ള സാഹചര്യങ്ങളൊന്നുമല്ല, പക്ഷേ വളരെ ആപ്റ്റായിട്ടുള്ള സാഹചര്യങ്ങൾ ഡയറക്ടേഴ്സായിട്ടുള്ള ഉത്സവും ഫഹദ് നന്ദുവും ഇതിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ആക്ടിങ്ങും എല്ലാം കൊണ്ടും ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് തന്നെ ഞങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു. ഒരുപാട് വൺ ലൈനേഴ്സും സട്ടിൽ ആയിട്ടുള്ള കോമഡികളും ഒക്കെ ഉണ്ട്. എല്ലാവരും പാട്ട് കേട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ഇന്നത്തെ ചടങ്ങെന്ന് പറയുന്നത് ബിജിപാലിൻ്റെയും സന്തോഷ് വർമ്മയുടെയും ചടങ്ങാണ് ഈ ചടങ്ങ്. അത് കഴിഞ്ഞ് നമുക്ക് പ്രസ് മീറ്റ് ഉണ്ട്. അപ്പോൾ ബിജിപാൽ പറഞ്ഞതുപോലെ അതിനു മുമ്പ് ബിജിപാലിനെ കുറിച്ചും സന്തോഷ് വർമ്മയെക്കുറിച്ചും പറയുമ്പോൾ ഇവർ ക്ലാസ് ആണോ മാസാണോ എന്ന ചോദ്യത്തിന് ഇവർ ക്വാളിറ്റിയുടെ ആൾക്കാരാണെന്ന് ഞാൻ മറുപടി പറയും. അപ്പോൾ മാസ് സിനിമാസിൽ ഇവർ വർക്ക് ചെയ്തിട്ടുണ്ട്, ക്ലാസ് സിനിമാസിലും ഇവർ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പ് തരാം, ശുദ്ധ സംഗീതം, പ്രേക്ഷകനെ ആകർഷിക്കുന്ന സംഗീതം ഇതിനകത്തുണ്ടാവും. കാരണം ഒരു മെലഡി എന്ന് പറയുന്നത് ഒരു ലോങ് ലൈഫുള്ള മെലഡിയാണ് ക്ലാസിക്കായിട്ട് അറിയപ്പെടുന്നത്. ഇതിലെ ചില ഗാനങ്ങൾ
വർഷങ്ങൾക്ക് ശേഷവും നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ചുണ്ടിൽ തത്തിക്കളിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനനുസരിച്ചുള്ള അർത്ഥസമ്പുഷ്ടമായ ക്യാച്ചി ആയിട്ടുള്ള ലൈൻസ് ഉണ്ട്. അതിന് ഡെപ്തുള്ള മ്യൂസിക്കാണ് ബിജിപാൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ട്രെൻഡി മ്യൂസിക് എന്നൊക്കെ പറഞ്ഞിട്ട് ട്രെൻഡി മ്യൂസിക് വേണം തീർച്ചയായിട്ടും. അടിപൊളി പാട്ടെന്നൊക്കെ പറഞ്ഞ് അടിപൊളി എന്നുള്ളൊരു വാക്ക് വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ വന്ന് അത് അടിപൊളി തന്നെ പഴഞ്ചനായിരിക്കുകയാണ്. അപ്പോൾ അത് ട്രെൻഡി ആവുമ്പോൾ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഒരു പീരീഡിലേക്ക് മാത്രമാവുമ്പോൾ അതിൻ്റെ ക്ലാസിക് സ്വഭാവം നഷ്ടപ്പെടും. ഇത് നമ്മൾ അവകാശപ്പെട്ടതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ കേട്ടിട്ട് തന്നെ അഭിപ്രായം പറയും. ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്, മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു നല്ല മ്യൂസിക് ഒരുക്കാൻ സന്തോഷ് വർമ്മയ്ക്കും ബിജിപാലിനും കഴിഞ്ഞിട്ടുണ്ട്. ഇത് സത്യസന്ധമായി മനസ്സിൽ തട്ടി ഞാൻ പറയുകയാണ്. എനിക്കിഷ്ടപ്പെട്ടു പാട്ടുകളെല്ലാം തന്നെ. അവരതിനു വേണ്ടി പെയിൻസ് എടുത്തിട്ടുണ്ട്. അവർ കഥ മനസ്സിലാക്കി, കഥയുടെ സാങ്കത്യം മനസ്സിലാക്കിയിട്ടാണ് ഇത് പാട്ട് എഴുതിയിരിക്കുന്നത്. ഈ വരികൾ ഒരു സിനിമാ പാട്ടിന് വേണ്ടിയുള്ള ഒരു ഗാനം എന്നതിനപ്പുറം ഈ കഥയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സംഗീതമാണ് ഒരുക്കിയിരിക്കുന്നത്. അടുത്തയാളെ ജാൻവി വിളിക്കൂ. താങ്ക് യു സർ. അപ്പോൾ ബിജുപാൽ സാർ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നു. ഇതിന് നല്ലൊരു സംഗീതം, അതുപോലെ ജഗദീഷ് സാറിൻ്റെ ഒരു ഗ്യാരണ്ടിയും കൂടി ഉണ്ട് നമുക്ക്. അപ്പോൾ ഇനി അടുത്തതായി നല്ല വരികൾ, നല്ല സംഗീതം മാത്രം പോരാ, നല്ല വരികൾ കൂടി വേണം. അപ്പോൾ അതിനായി സന്തോഷ് വർമ്മ സർ പ്ലീസ് അദ്ദേഹത്തെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. നല്ലൊരു കൈ കൊടുത്ത് തന്നെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. ബിജി സിനിമയെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. പാട്ടുകളെക്കുറിച്ച് പറയുമ്പോൾ ജഗദീഷ് ചേട്ടനും മനസ്സിൽ തട്ടിയുള്ള അഭിപ്രായം തുറന്നു പറഞ്ഞതുകൊണ്ട് വളരെയധികം സന്തോഷം. എന്തായാലും ഈ സിനിമയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് 5 പാട്ടുകൾ ഞാനും ബിജിയും കൂടി ചെയ്യാൻ കഴിഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന 5 പാട്ടുകൾ ചെയ്യുന്ന ആദ്യത്തെ പടമാണെന്ന് തോന്നുന്നു. ഇത്രയും പാട്ടുകൾ ചെയ്യാൻ കഴിഞ്ഞത് തന്നെ വളരെ സന്തോഷം. അതുമാത്രമല്ല, ഓരോ പാട്ടുകളും കഥ ശരിക്കും മനസ്സിലാക്കി അതിന് ഇണങ്ങുന്ന രീതിയിൽ ആലോചിച്ചും ചർച്ച ചെയ്തും അത് ചെയ്യാനായിട്ട് ഞങ്ങളെ സംവിധായകർ 2 പേരും വളരെയധികം തുണച്ചിട്ടുണ്ട്. അവരുടെ ആ ഒരു നറേഷൻ അത്രയധികം നല്ലതായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കതിൽ കൂടുതൽ ഇഴുകിച്ചേർന്ന് നല്ല വരികളും നല്ല പാട്ടും ഒക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. എന്തു തന്നെ ആണെങ്കിലും ഇപ്പോൾ ഒരു വർക്ക് ചെയ്തതിൻ്റെ ഒരു സംതൃപ്തി ഈ സിനിമയിൽ എനിക്ക് പൂർണ്ണമായിട്ടും കിട്ടിയിട്ടുണ്ട്. നല്ല പാട്ടുകൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ഈ പാട്ടുകളെയും ഈ സിനിമയെയും ഹൃദയം നിറഞ്ഞ് സ്വീകരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു സോ മച്ച് സർ. അപ്പോൾ നമുക്കറിയാം, ഒരു ചിത്രത്തിൻ്റെ സംഗീത സംവിധായകരെ, അതുപോലെ സംഗീതം നൽകിയവരെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി പരിവാർ എന്ന ഒരു ചിത്രത്തിനെ നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ സംവിധായകർ ആ കഥ പറഞ്ഞ് നമുക്ക് തരുന്നത് ആ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. 2 പേരാണ്, ഒരാളല്ല. സോ ഇറ്റ്സ് നൺ അതർ ദാൻ ഉത്സവ് ആൻഡ് ഫഹദ്. 2 പേരെയും നമ്മൾ നല്ലൊരു കൈഡിയുടെ കൂടെ നമുക്ക് സ്വാഗതം ചെയ്യാം. യെസ്, ഐ തിങ്ക് വി ഹാവ് 2 യങ് ഡയറക്ടേഴ്സ് ഓൺ ബോർഡ്. ഓവർ ടു യു സർ. ഹായ് ഓൾ. പരിവാർ അങ്ങനെ മാർച്ച് 7-ാം തീയതി യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞ് തിയേറ്ററിലേക്ക് എത്തുകയാണ്. നമ്മളുടെ ഒരു വലിയ ജേണി ആയിരുന്നു. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പേരോട് താങ്ക്സ് ഒക്കെ പറയാനുണ്ട്. ഈ പടം നിങ്ങളെല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു ഫൺ മൂവി തന്നെയായിരിക്കും, അത് ഉറപ്പാണ്. ബാക്കി ഫഹദ് പറയും. ഹലോ, നമസ്കാരം. ഞങ്ങളുടെ ആദ്യത്തെ സിനിമ ഡിജിറ്റൽ വില്ലേജ് എന്ന് പറയുന്നൊരു കുഞ്ഞു പടമാണ്. ഒരു വളരെ ചെറിയ ബജറ്റിൽ പുതിയ മുഖങ്ങളെ വെച്ചിട്ട് ഞങ്ങൾ ചെയ്തൊരു സിനിമ. അപ്പോൾ അതിന് ശേഷം രണ്ടാമതൊരു സിനിമ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട് എന്തായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ജഗദീഷ് ചേട്ടനെയും ഒക്കെ കണ്ടുമറന്ന കുറേ സിനിമകളുണ്ട്, അവരിനിയും കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള. നിലവിൽ ഞങ്ങൾക്ക് ആ സമയത്ത് ഉണ്ടായിരുന്ന അവസരങ്ങളും ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ പരിവാർ എന്ന് പറയുന്ന സിനിമ സാധ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ വാറുകളുണ്ടായിരുന്നു, യുദ്ധങ്ങളുണ്ടായിരുന്നു. അതെല്ലാം താണ്ടി ഞങ്ങൾ അത് സാധ്യമാക്കി മാർച്ച് 7-ാം തീയതി സിനിമ തിയേറ്ററിലേക്ക് വരികയാണ്. ഞങ്ങൾക്ക് അധികം ഒന്നും സംസാരിക്കാൻ അറിയില്ല. ഈ സിനിമ നിങ്ങൾ കാണുക, കണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക, അതുമാത്രമാണ് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ഈ സിനിമയിൽ ഞങ്ങൾ ഡീറ്റെയിലിൻ്റെ സമയത്തും ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞു നമുക്ക് ഇത്രയും പ്രൊമോഷനുള്ള ഒരു സാഹചര്യം പോലും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴും ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ആ സിനിമ വർക്കാവുകയാണെങ്കിൽ നിങ്ങളതിനെ സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമാണ്. സോ എൻ്റെ ഉത്സവൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടാമത്തെ സിനിമ ഏതൊരു സിനിമാക്കാരനും ഒരു സെക്കൻഡ് മൂവി എന്ന് പറയുമ്പോൾ വലിയ പ്രതീക്ഷയുള്ളൊരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഇതിനെ സപ്പോർട്ട് ചെയ്യുക, വിജയിപ്പിക്കുക. അല്ലാത്ത പക്ഷം ഈ സിനിമ മോശമാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇതിനെ റിവ്യൂ ചെയ്ത് എനിക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാം. സോ നിങ്ങളുടെ കാഴ്ചയ്ക്കനുസരിച്ചായിരിക്കും ഈ സിനിമ.
നിങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിക്കുന്നു. മാർച്ച് 7-ാം തീയതി കാണാം. മലയാളി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുമ്പോൾ നമ്മളെല്ലാവരും ഒരുപാട് ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കും. സിനിമ വിജയമാക്കി തീർക്കും എന്നുകൂടി ആശംസിക്കാം. ഇനി അടുത്തതായി നമുക്കൊരു ഓഡിയോ ലോഞ്ചിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുൻപ് നമുക്കിവിടെ ഒരുപാട് പേര് ഇവിടെ നിൽക്കുന്നുണ്ട്. സോ അവരോടും കൂടി അവരുടെ ഒരു എക്സ്പീരിയൻസ്, മൂവിയുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായി നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തൊട്ടടുത്ത് നിന്ന ആൾ, ഫാലിമി സിനിമ കണ്ടപ്പോൾ തൊട്ടേ എനിക്ക് കുറച്ചൊരു കൂടുതൽ ഇഷ്ടം തോന്നിയ ആളാണ് അദ്ദേഹം. അപ്പോൾ നാടകരംഗത്തിലൂടെ സിനിമയിലേക്ക് വന്ന് ഇപ്പം തൻ്റേതായിട്ടുള്ള രീതിയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് സർ പ്ലീസ്, അടുത്തത് സാറാണ്. യെസ്. ചില ഭാഗ്യങ്ങൾ വരുന്നത് ഓർക്കാപ്പുറത്താണ്. ഞാൻ ഈ സിനിമയിലെത്തിയതും ഓർക്കാപ്പുറത്താണ്. എന്നെ ഈ സിനിമയിലേക്ക് ഫഹദിനെയും ഉത്സവിനെയും എന്നെ പരിചയപ്പെടുത്തിയതും ഈ കഥാപാത്രത്തിലേക്ക് എന്നെ എത്തിച്ചതും ജഗദീഷ് സാറാണ്. അതിനൊരു കാരണമുണ്ട് കേട്ടോ. ഞാനും നാടകക്കാരനാണ്, അദ്ദേഹവും നാടകക്കാരനാണ്. ഞങ്ങളുടെ ഒരു നാടക സ്നേഹത്തിൻ്റെ ഭാഗമായി ഇതിൽ വന്നു. എനിക്ക് ഫാലിമിക്ക് ശേഷം ഞാൻ ചില സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല വേഷങ്ങളൊക്കെ തന്നെയാണെങ്കിലും ഒരു ത്രൂ ഔട്ട് വേഷം ഈ സിനിമയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടാൻ ഇടവരുത്തിയ ജഗദീഷ് സാറിനും അവസരം തന്ന സംവിധായകരായി ഈ 2 കുട്ടികൾ എൻ്റെ മക്കളെക്കാൾ പ്രായം കുറഞ്ഞ കുട്ടികളാണ്. പക്ഷെ ഭയങ്കര സൂക്ഷ്മതയിലാണ് കേട്ടോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. പ്രാവിനെ പിടിക്കുന്ന പോലെയാണ് അവർ അവരുടെ കാര്യങ്ങൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഭാഗ്യനിമിഷത്തിൽ ഞാൻ ശുഭാപ്തി വിശ്വാസമാണ്. കാലിക പ്രാധാന്യം മാത്രമല്ല, ലോകാവസാനം വരെ പ്രാധാന്യമുള്ള ഒരു വിഷയം വളരെ സരസമായി ഈ സിനിമയിൽ അവർ പറയുന്നുണ്ട്. അത് നിങ്ങൾ കാണുക, വിലയിരുത്തുക. അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾക്ക് ഈ സ്വീകാര്യമാണെങ്കിൽ മാത്രമെന്ന് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ സ്വീകാര്യമാകും എന്ന ശുഭാപ്തി വിശ്വാസക്കാരനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ശുഭാപ്തിയോടുകൂടി 7-ാം തീയതി മാർച്ച് 7-ന് എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണുക, പുതിയ കുട്ടികളെ അനുഗ്രഹിക്കുക. ഇതിൽ ഒരുപാട് പുതുമുഖങ്ങളൊക്കെ അഭിനയിക്കുന്നുണ്ട്. എല്ലാവരും അവർക്ക് കിട്ടിയ വേഷവും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സദയം കാണുക. സദനെ നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. സന്തോഷം, സ്നേഹം. ഇത് വിചാരിക്കുന്ന പോലെ ഒരു ചെറിയ സിനിമയല്ല, കുറച്ച് വലിയ സ്കെയിലിലെ സിനിമ തന്നെയാണ്. കുറച്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഇത് കാണുമ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും, നമ്മൾ ഒരു 4-8 പോലത്തെ വീട്ടിലായിരുന്നു ഇത് ഷൂട്ട് ചെയ്തത്. കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭംഗി ഈ പടത്തിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു എൻ്റെ ഡയറക്ടേഴ്സ്, സുധീർ സാർ, എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി. നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ, ഇവരൊപ്പം വർക്ക് ചെയ്യാനായിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പിന്നെ താങ്ക് യു ജഗദീഷ് ചേട്ടാ. ഒരുപാട് സന്തോഷമുണ്ട്. ഈ കണ്ട പാട്ട് ഞങ്ങളുടെയാണ്. ഒരുപാട് ഹാപ്പിയാണ്. കാരണം ബിജുപാൽ സാറിൻ്റെയൊക്കെ ഒരു പാട്ടിൽ അപ്പിയർ ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഡിജിറ്റൽ വില്ലേജാണ് എൻ്റെ ആദ്യത്തെ സിനിമ. ഇതിൻ്റെ തന്നെ സംവിധായകരായിട്ടുള്ള ഉത്സവരാജ്, ഫഹദ്, അവരുടെയൊക്കെ ആദ്യത്തെ സിനിമയാണ് ഡിജിറ്റൽ വില്ലേജ്. അതിൽ ഓഡീഷനിലൂടെ വന്ന ആളാണ് ഞാൻ. അപ്പോൾ 2ാമത്തെ സിനിമയിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടർ വന്നപ്പോൾ അവർ വിളിച്ചതാണ്. അങ്ങനെയാണ് ഞാൻ സിനിമയുടെ ഭാഗമായത്. എന്തുകൊണ്ടും നല്ലൊരു എൻ്റർടൈനിങ് ആയിട്ടുള്ള സിനിമയാണ് പരിവാർ. നിങ്ങൾ ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഒരു 90s വൈബ് പടങ്ങളുടെയൊക്കെ ഒരു വൈബ് അടിച്ച് കാണും. അപ്പോൾ എന്തായാലും നിങ്ങൾ 90s വൈബ് പടങ്ങളൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഒരു നൊസ്റ്റാൾജി തന്നെയായിരിക്കും ഈ സിനിമ. അതേപോലെ പുതിയ ആൾക്കാർക്ക് ഒരു പുതിയ ട്രീറ്റും കൂടി ആയിരിക്കും. ആദ്യാവസാനം നല്ല രസകരമായിട്ടാണ് സിനിമ പോകുന്നത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി. ഇതെൻ്റെ ആദ്യത്തെ സിനിമയാണ് പരിവാർ. പിന്നെ ഡയറക്ടേഴ്സിനോടും സ്പെഷ്യൽ താങ്ക്സ്. കൂടെ അഭിനയിച്ച എല്ലാവരോടും താങ്ക്സ്, ജഗദീഷ് സാർ, എല്ലാവരോടും. ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. സോ എന്ത് പറയണമെന്ന് അറിയില്ല. എല്ലാവരും മാർച്ച് 7-ന് പരിവാർ എന്തായാലും പോയി കാണണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. പരിവാർ എന്ന സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. അത്രേ എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. കരുൺ പ്രസാദ് ദേവാണ് നമ്മുടെ സൗണ്ട് ഡിസൈനർ. ദെൻ ബാക്കിയുള്ളവരെല്ലാം നമ്മുടെ പടത്തിലെ ആർട്ടിസ്റ്റുകളാണ്. ഇത് ഹിൽഡ, ദെൻ ഉണ്ണിമായ, ഷൈനി, ഭാഗ്യ, ദെൻ ഋഷി, വൈഷ്ണവ്. സോ ഇദ്ദേഹം നമ്മുടെ ലിറിക്സിസ്റ്റാണ്. സന്തോഷ് വർമ്മ സാർ നമ്മുടെ DOP ആണ്. അദ്ദേഹം കുറച്ച് ടെൻഷനിലാണ്.
സോ അൽഫാസ് ജഹാംഗീർ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പടമാണ്. അദ്ദേഹം കോലം എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡെബ്യൂട്ട് ഫിലിമാണ്. സോ ബാക്കിയുള്ള എല്ലാവരെയും നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. കൗരവരെ കുറിച്ച് പരാമർശിക്കാത്ത ഒരു മഹാഭാരതമാണ്. സാധാരണ കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധമാണ്. ഇത് പാണ്ഡവർ തമ്മിലുള്ള യുദ്ധമാണ്. അപ്പോൾ ഇതിൽ ദുര്യോധനും കർണനും ഒന്നും വലിയ പ്രസക്തിയില്ല. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഈ പാണ്ഡവരിൽ തന്നെ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് ഭീമനാണ്. ഭീമനാണെങ്കിൽ ഇന്ന് ലേറ്റായത് കാരണം, ട്രെയിൻ ലേറ്റായത് കാരണം എത്തിയിട്ടില്ല. അപ്പോൾ ഏത് ഭീമനും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. ഭീമനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ട്രെയിൻ ലേറ്റായാൽ സമയത്ത് എത്താൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം ഞാൻ ആഗ്രഹിച്ച റോളാണ് ഇതിലെ ഭീമൻ്റേത്. പക്ഷെ എനിക്ക് തന്നത് സഹദേവൻ്റെ റോളാണ്. നകുലൻ പ്രശാന്ത് അലക്സാണ്ടറാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ദെൻ അർജുനായിട്ട് ഋഷികേശാണ് അഭിനയിക്കുന്നത്. നമ്മൾ സോങ് കണ്ടു, ചെറുപ്പക്കാരനായിട്ടുള്ള നായകനാണ്. ദെൻ ഋഷിയുടെ നായികയായിട്ട് അഭിനയിക്കുന്നത് ഭാഗ്യയാണ്. എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത് ഷൈനി വിജയനാണ്. പ്രശാന്ത് അലക്സാണ്ടറിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത് ഉണ്ണിമായയാണ്. ദെൻ മൂത്ത സഹോദരൻ ധർമ്മപുത്രർ, ഇതിൽ ധർമ്മപുത്രൻ്റെ കഥാപാത്രം മരിച്ചുപോയതായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടാണ് നമ്മുടെ സഹോദരി വെട്ടിയാരമ്മ ചേച്ചി അഭിനയിക്കുന്നത്. ദെൻ അയൽവീട്ടുകാരായിട്ട് ഹിൽഡയുണ്ട്, സാബു ഉണ്ട്, ഏകദേശം അഭിനേതാക്കൾ. പിന്നെ വൈഷ്ണവ് വെട്ടിയാരമ്മ സഹോദരിയുടെ മകനായിട്ട് അഭിനയിക്കുകയാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേഷം പറയാനുള്ളതെന്ന് വെച്ചിരുന്നാൽ ഇതിനകത്ത് ശകുനി എന്നോ ശ്രീകൃഷ്ണനെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരാളുണ്ട്. അതാരെന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ മനസ്സിലായി കാണും. അതെ, മീനാരാജ് സാറാണ്. അദ്ദേഹം നാടകരംഗത്ത് നിന്നും സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന ഒരു പ്രതിഭയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് കൗരവരെക്കുറിച്ചുള്ള അച്ഛനും ഉണ്ട്. അതെ ഉണ്ണിയേട്ടൻ എന്ന് ഞങ്ങൾ വിളിക്കും, ഉണ്ണിനായർ. അദ്ദേഹത്തിനൊരു വലിയ കൈയടി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് കൂടുതൽ കൈയടി കൊടുക്കാൻ ഞാൻ അഭ്യർത്ഥിക്കാൻ കാരണം, അതിനകത്ത് ഒരുപാട് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഈ സംവിധായകർ അദ്ദേഹത്തെ കൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യിച്ചിട്ടുണ്ട്. അത് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞു വന്നത്, കൗരവരെക്കുറിച്ച് പരാമർശിക്കാത്ത ഒരു മഹാഭാരത കഥ എല്ലാം ഒരു ഇൻ്റർപ്രിട്ടേഷനാണല്ലോ. ഇപ്പോൾ ചന്തു ചതിയനല്ല എന്ന് MT സാറ് നമ്മളെ ബോധ്യപ്പെടുത്തി. അത് ഒരു ഒറിജിനൽ ഉണ്ണിയാർച്ച വെർഷനിൽ ചന്തു ചതിയനാണ്. പിന്നീട് MT സാർ കൊണ്ടുവന്ന വെർഷൻ എന്ന് പറഞ്ഞാൽ ചതിയനല്ല. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ചന്തു ചതിയനായി അറിയപ്പെട്ടതെന്നുള്ളതാണ് MT സാറിൻ്റെ വെർഷൻ. ഇവിടെ ഫഹദിൻ്റെയും ഉത്സവിൻ്റെയും വെർഷൻ എന്ന് പറയുന്നത്, ഇവിടെ നകുലനും സഹദേവനും ഒക്കെ അവർ തമ്മിൽ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഭീമൻ ഏത് സാഹചര്യത്തിലാണ് നകുലൻ്റെയും സഹദേവൻ്റെയും പോരാട്ടത്തിൽ മധ്യസ്ഥത വഹിച്ചത്, തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ, രസകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് സംവിധായകർ ഈ രീതിയിലാണ് ഇതിനെ നോക്കിക്കണ്ടിരിക്കുന്നത്. മഹാഭാരതത്തിനെ അവരുടേതായിട്ടുള്ള രീതിയിൽ അല്പം ഹാസ്യം, അല്പം നർമ്മം, മ്യൂസിക് എല്ലാം കൂടെ ചേർത്ത് ഒരു എൻ്റർടൈനറായിട്ട് നമ്മുടെ മുന്നിൽ എത്തിച്ചിരിക്കുകയാണ്. വലിയ അവകാശവാദങ്ങളൊന്നുമില്ല. ആദ്യമേ പറയാം, ഇത് നിങ്ങളെ കുടുകുടാച്ചിരിപ്പിക്കും, പൊട്ടിച്ചിരിപ്പിക്കും, അങ്ങനെയൊന്നുമല്ല. ഇതിനകത്ത് നിങ്ങൾക്ക് താല്പര്യം ജനിപ്പിക്കുന്ന, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകുന്ന തരത്തിലുള്ള ബഹുലമായിട്ടുള്ള ഒരു ഇതിവൃത്തമാണിത്. അതിനകത്ത് ആസ്വദിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അത്രമാത്രമേ തൽക്കാലം നമുക്ക് പറയാൻ കഴിയുള്ളൂ. പടം കണ്ടിട്ട് ഇത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടുമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസം. ഇതിൻ്റെ നന്മകളും ഇതിൻ്റെ തിന്മകളും ഒക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടും. ഇതിൻ്റെ കഥയിലെ വൈരുദ്ധ്യങ്ങൾ, കഥയിലെ ട്വിസ്റ്റുകൾ, ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടും. ഇത് എല്ലാവർക്കും ഗംഭീരമായിട്ട് ഇഷ്ടപ്പെടില്ലേ, അതൊക്കെ സിനിമ റിലീസായതിനു ശേഷമേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ നല്ല എഫേർട്സ് ഈ പടത്തിന് വേണ്ടി എടുത്തിട്ടുണ്ട്. ഫിസിക്കൽ സ്ട്രെയിൻ ഉൾപ്പെടെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് പരിവാറിൻ്റെ വിശേഷം. ഇനി ചോദ്യങ്ങൾ ചോദിക്കാം. കഥ കേൾക്കുമ്പോൾ ഞാൻ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ചാണ് ഫഹദും ഉത്സവം കഥ പറയാൻ വരുന്നത്. ഡിജിറ്റൽ വില്ലേജ് എന്ന് പറഞ്ഞ പടം ഞാൻ കണ്ടിരുന്നു. അതെനിക്കിഷ്ടമായി. അതായത് പരിമിതമായ ബഡ്ജറ്റിൽ ഒരു ഗ്രാമത്തിൻ്റെ കഥ പറയുന്ന, ഗ്രാമത്തിൽ സിനിമയോട് താല്പര്യമുള്ള ഒരു സമൂഹത്തിൻ്റെ കഥ പറയുന്ന സിനിമയായിരുന്നു ഡിജിറ്റൽ വില്ലേജ്. അതിനകത്ത് ഹ്യൂമറിൻ്റെ കുറേ എലിമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ കഥ പറഞ്ഞപ്പോൾ നെറേറ്റ് ചെയ്ത രീതി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് അഭിപ്രായങ്ങൾ ഈ കഥയെക്കുറിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്, പക്ഷേ ആ അഭിപ്രായങ്ങൾ ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ കഥയിൽ ഞാൻ വെള്ളം ചേർക്കുന്നില്ല. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ തന്നെ മൂവ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു 100% ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്, ആ രീതിയിലാണ്
ആ രീതിയിൽ തന്നെ പോകാനാണ് താല്പര്യം. ഇതിനകത്ത് അവർക്ക് ആഗ്രഹമുള്ള ഒരു മ്യൂസിക്, സാധാരണ ഗതിയിൽ ഒരു കോമഡി ഫിലിമിൻ്റെ മ്യൂസിക് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു മ്യൂസിക് അല്ല ശ്രീ ബിജിപാലിനെ കൊണ്ട് അവർ ചെയ്യിച്ചിട്ടുള്ളത്. അപ്പോൾ ബിജിപാൽ അത് അവരുടെ മനസ്സനുസരിച്ച് അവർക്ക് ഒരു മിനിമം സ്റ്റാൻഡേർഡുള്ള മ്യൂസിക് തന്നെ വേണം എന്നുള്ളത്, അതിനകത്ത് വെള്ളം ചേർക്കാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ അവരുടെ ആഗ്രഹപ്രകാരം തന്നെ ബിജിപാൽ മ്യൂസിക് കൊടുത്തിട്ടുണ്ട്, സന്തോഷ് വർമ്മ പാട്ടെഴുതി കൊടുത്തിട്ടുണ്ട്, അഭിനേതാക്കൾ എന്ന നിലയിൽ നമ്മൾ അഭിനയിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് സത്യം. അല്ല, സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതൊക്കെ റിലീസിന് ശേഷമാണ്. അതിനുമുമ്പ് എന്ത് അവകാശവാദം ഉന്നയിച്ചിട്ടും കാര്യമില്ല. നമ്മളെപ്പോഴും, ഞാൻ എല്ലാ സിനിമയിലും ഞാൻ പറയുന്നത് നമ്മൾ എഫേർട്സ് എടുത്തിട്ടുണ്ടെന്നാണ്. അതല്ലാതെ ഞങ്ങൾ തകർക്കും ഗംഭീരമാക്കുന്നല്ല. നമ്മൾ എഫേർട്സ് എടുത്തിട്ടുണ്ട്. അത് ഈ സിനിമയിലും ആപ്ലിക്കബിളാണ്. സിൻസിയർ ആയിട്ടുള്ള എഫേർട്സ്, കറക്റ്റായിട്ടുള്ള രാവിലെ 7 മണിക്ക് എത്താൻ പറഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ 6:30 ഞാൻ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഒരു ദിവസം പോലും ലേറ്റ് ആവാതെ നമ്മൾ സിൻസിയറായിട്ട് ഡയലോഗൊക്കെ ബൈ ഹാർട്ട് ചെയ്ത് പ്രോംപ്റ്റിംഗ് ഇല്ലാതെ ഒക്കെ തന്നെ ആ ക്യാരക്ടർ ഇൻവോൾവ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ആവശ്യമുണ്ടെങ്കിൽ റീടേക്കിന് വഴങ്ങി കൊടുത്തിട്ടുണ്ട്. ഒരു സീൻ റീഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് തൃപ്തി വരാത്തതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ റീഷൂട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ ഈ സിനിമയ്ക്ക് ഓരോ സിനിമയും നന്നാക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. പിന്നെ നമ്മുടെ ചൂസ് ചെയ്യുന്നതിൻ്റെ മിടുക്കാണെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടില്ല. എല്ലാം ഒത്തുവരികയാണ്. അൾട്ടിമേറ്റായിട്ട് ഞാനിങ്ങനെ ഒരു പ്രൊമോഷൻ ഇരുന്ന് പറയുമ്പോൾ ഒരു ടീമിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, എന്നെക്കുറിച്ചല്ല. ഇതിൻ്റെ പിന്നിലുള്ള ഒരു ടീം, ആ ടീം വളരെയധികം സിൻസിയറായിട്ട്, നിങ്ങളൊരു സിനിമ കാണുമ്പോൾ വിലയിരുത്തേണ്ടത് അതിൽ എത്രത്തോളം ആത്മാർത്ഥത ഞങ്ങൾ പുലർത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ വിലയിരുത്തുക. അല്ല, ആത്മാർത്ഥത പുലർത്തിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിസ്സംശയം ഞങ്ങളെ കൊല്ലാം, ഞങ്ങളെ നിർദ്ദയം കൊല്ലാം, ട്രോൾ ചെയ്യാം, എന്തുവേണം ചെയ്യാം. നേരെ മറിച്ച് ബാക്കി പ്രകടനത്തിൻ്റെയോ അല്ലെങ്കിൽ കഥാഗതിയിലെയോ ഒക്കെ തന്നെ പരീക്ഷണത്തിന് വേണ്ടി മുതിരുമ്പോൾ അതിനെ അടച്ചാക്ഷേപിക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു ട്വിസ്റ്റ് കൊണ്ടുവരാനാണ് സംവിധായകർ ശ്രമിച്ചത്. പക്ഷേ അത് ഞങ്ങൾക്ക് അത്ര അപ്പീലിംഗ് ആയില്ല എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഒരാളുടെ എക്സ് ഓർ വൈ, എൻ്റെ അഭിനയം തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ച അത്ര നന്നായില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവകാശമുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ പറയില്ലേ, പരീക്ഷ ഒരു അധ്യാപകനാണ് ഞാൻ. ഉഴപ്പുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് താല്പര്യമില്ല. നേരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികൾ പരീക്ഷയ്ക്ക് അല്പം മാർക്ക് കുറഞ്ഞാൽ ഞാൻ ആശ്വസിപ്പിക്കും. കുഴപ്പമില്ല, നന്നായിട്ട് അടുത്ത തവണ നമുക്ക് ശരിയാക്കാം. അതൊരു അധ്യാപകൻ്റെ മനസ്സവിടെ ഉണർന്ന് പ്രവർത്തിക്കും. നേരെ മറിച്ച് ഉഴപ്പി നടക്കുന്നു, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നില്ല, ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല, അങ്ങനെയുള്ള വിദ്യാർത്ഥി 2-3 പ്രാവശ്യം നമ്മൾ മാർക്ക് തീരെ കുറയുമ്പോൾ നമ്മൾ എന്ത് പറയും? എനിക്ക് ആദ്യം അറിയാമായിരുന്നു നീ മാർക്ക് വാങ്ങിക്കാൻ പോകുന്നില്ല എന്ന്. നമുക്കിനൊരു സിമ്പതി തോന്നില്ല, ഒരു കൺസെൻട്രേഷൻ തോന്നില്ല. അതാണ് എൻ്റെ സത്യമായിട്ടുള്ള അവസ്ഥ. അപ്പം നമ്മുടെ ഒരു മിടുക്കായിട്ട് ഞാൻ ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല. ഇതൊന്നും സ്വന്തം മിടുക്കല്ല. ഏത് സിനിമയും ഞാൻ പറയുന്നു ടീം വർക്കാണ്. ആ ടീമിന് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കുക. ഇല്ല, അതിൻ്റെ പ്ലോട്ട് വൈസ് ചിലപ്പോൾ നമ്മൾ ഒരുപാട് സിനിമകൾ അതേപോലത്തെ കണക്ഷൻസ് വരാം. പക്ഷേ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ആയാലും ബാക്കി ഡയലോഗ്സും പരിപാടികളൊക്കെ ആയാൽ തന്നെ വേറൊരു വേർഷൻ തന്നെയാണിത്. ഇത് നിങ്ങൾക്ക് നാരായണിയുടെ പടമായാലും ഈ പടം കാണുമ്പോൾ രണ്ടായിട്ട് തന്നെ ഇരിക്കും. പണ്ടോട്ടിട്ടേ ഉണ്ട് പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ, ആ പടം ഒക്കെ തൊട്ട് അതൊക്കെ നമ്മുടെ റെഫറൻസുകളാണ്. ബേസ് സ്റ്റോറി ഇതൊന്നുമല്ല. നാരായണിയുടെ പടം ആയാലും നമ്മുടെ പരിവാറും വെച്ച് നോക്കുകയാണെങ്കിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ട് പടമായിട്ട് തന്നെ ഇരിക്കും. ഇതിൽ ഇവർ ചെറുപ്പക്കാരായതുകൊണ്ട് ഇവർക്ക് പറയാൻ കഴിയില്ല. എനിക്ക് പറയാൻ കഴിയും. വിത്തുകൾ എന്ന് പറയുന്നൊരു ചിത്രമുണ്ട്. അമ്മയുടെ മരണമാണ്, മധുസാറാണ് നായകൻ, MT സാറിൻ്റെ സ്ക്രിപ്റ്റാണ്. ഇതേപോലെ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട തിങ്കളാഴ്ച നല്ല ദിവസം അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട ആൾക്കൂട്ടത്തിൽ തനിയെ അച്ഛൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കഥയാണ്. അപ്പോൾ ഇനി അച്ഛൻ്റെ മരണം, അമ്മയുടെ മരണം, അതിൻ്റെ പേരിൽ മക്കൾ തമ്മിൽ വഴക്കൂടുന്ന ഒരുപാട് നാരായണീൻ്റെ ആൺമക്കൾ, ഇതിവൃത്തം വളരെ ഇതുമായിട്ടൊക്കെ ഒരു ബേസിക് ത്രെഡ് എന്ന് പറയുന്നത് സാമ്യമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതിൽ യാതൊരു തെറ്റുമില്ല. ഈ പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷേ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇത് ഹ്യൂമറസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. നാരായണീൻ്റെ ആൺമക്കൾ എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹ്യൂമറസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ ബേസിക് ത്രെഡ് എന്ന് പറഞ്ഞാൽ മനുഷ്യർ, ഈ മക്കൾ അമ്മമാരോടും അച്ഛന്മാരോടും ഒക്കെ അവരുടെ മരണസമയത്ത് എങ്ങനെ പ്രതികരിക്കുന്നു. മക്കൾ ലീവ് തീർന്നു പോകുന്നു, പിറ്റേ ദിവസം തന്നെ പോകണം, എനിക്ക് ബാക്കിയുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന മക്കളൊക്കെ പല സിനിമകളിലും കോമൺ ഫാക്ടറാണ്. അപ്പം നമ്മുടെ ബന്ധങ്ങളിൽ, മനുഷ്യബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ഈ പാളിച്ചകൾ, ഇതൊക്കെ ഇത്തരം സിനിമകളിൽ അന്നേ MT സാർ എഴുതി വെച്ചിട്ടുണ്ട്. വിത്തുകൾ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ചിത്രമാണ്. മധുസാറ് അഭിനയിച്ച ചിത്രമാണ്. ഉണ്ണി എന്ന് പറയുന്ന കഥാപാത്രമാണ്, പത്രപ്രവർത്തകനാണ്. അതിൽ കവിയൂർ പൊന്നമ്മ ചേച്ചിയാണ് ഈ മരിക്കുന്നത്. ശങ്കരാടി സാറ്
ഭർത്താവായിട്ട് ഞാൻ ഇന്നും ഓർക്കുന്നു. വളരെ ടച്ചിങ് ആയിട്ടുള്ള ഫിലിം. പിന്നെ പൊന്നമ്മ ചേച്ചി മരിക്കാൻ കിടക്കുന്ന ആ കഥാപാത്രമാണ് തിങ്കളാഴ്ച നല്ല ദിവസം. ആൾക്കൂട്ടത്തിൽ തന്നെ ബാലൻ കെ നായർ സാറാണ് മരിക്കാൻ കിടക്കുന്നത്. ഇതേപോലെ അച്ഛനോ അമ്മയോ മരിക്കാൻ കിടക്കുമ്പോൾ മക്കൾ തമ്മിൽ സ്വത്തിൻ്റെ പേരിലോ പല കാരണങ്ങളാലോ വഴക്ക് കൂടുന്ന ഇതിവൃത്തങ്ങൾ ഇതിനു മുമ്പ് മലയാള സിനിമയിൽ വന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ പ്രേക്ഷകർ ശ്രദ്ധ നേടിയിട്ടുമുണ്ട്. അതേപോലെ പരിവാറും നേടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഹിപ്പ് ഹോപ്പ് സോങ്ങുകൾക്കുള്ള സ്പേസ് ഈ സിനിമയിലില്ല. സത്യം പറഞ്ഞാൽ അത് ആവശ്യപ്പെടുന്നൊരു പ്ലാറ്റ്ഫോം വരുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ പറ്റുക. ഒരു സിനിമ എടുത്താൽ ഒരു ഹിപ്പ് ഹോപ്പെങ്കിലും വേണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പം അങ്ങനെ പല സിനിമകളിലും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൻ്റെ സിനിമ പറയുമ്പോൾ അത് ചിലപ്പോൾ ഒരു ട്രാക്കെങ്കിലും ഹിപ്പ് ഹോപ്പൊക്കെ എഴുതാവുന്ന പരിപാടികൾ ആലോചിക്കാവുന്നതാണ് ഇപ്പോൾ. കാരണം എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു ജോണറാണ്. പക്ഷേ ഈ സിനിമ എന്ന് പറയുന്നത് അങ്ങനെ ഒരു നെറേറ്റീവ് പാറ്റേൺ പോലും അല്ല ഈ സിനിമയുടെ. പരിവാർ എന്ന് പറയുന്ന സിനിമ അതിൻ്റെ ഒരു ഇവർ നെറേറ്റ് ചെയ്തിരിക്കുന്നത് വളരെ കണ്ടംപററി ആയിട്ടാണെങ്കിലും അത് ഒരു പക്ഷേ അതിൽ ജീവിക്കുന്ന കഥാപാത്രങ്ങളൊക്കെ മുതിർന്ന ആൾക്കാരാണ്. അവരുടെ അനുഭവങ്ങളും അവരുടെ പശ്ചാത്തലങ്ങളും അവരുടെ കുടുംബവും ഒക്കെയുള്ള ഇതിലാണ് അതിൽ. അപ്പം ഞങ്ങൾ ഈ ഹിപ്പ് ഹോപ്പ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇദ്ദേഹം ചോദിച്ച കഥാതന്തുവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ സന്തോഷം എഴുതിയ ഇതിനകത്ത് ഈ നമ്മൾ ഓട്ടംതുള്ളൽ കവിതകൾ പലരും കുഞ്ചനമ്പ്യാരെ വായിച്ചിട്ടുണ്ടാവും. അത് ശരിക്ക് കോമഡിയാണല്ലോ, ആക്ഷേപഹാസ്യമാണ്, സെറ്റയറാണ്. അതായത് രാജാവിനെ പോലും കളിയാക്കുന്ന കവിതകളാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അത് ഈ ഓട്ടംതുള്ളലിൻ്റെ മട്ടിൽ നമ്മൾ ഇതിനകത്തൊരു പാട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പക്ഷേ നമ്മളുടെ മ്യൂസിക് ബാക്കിങ്ങും അതിൻ്റെ പ്രൊഡക്ഷനും ഒക്കെ വളരെ കണ്ടംപററിയാണ്, പുതിയ തലമുറയ്ക്ക് ആസ്വദിക്കാവുന്ന ഒരു രീതിയിലാണ്. പക്ഷേ കവിത ഓട്ടംതുള്ളലിൻ്റെയാണ്. ഇപ്പോൾ ഇദ്ദേഹം സീരിയസ് ആയിട്ട് മറ്റേ നാരായണിയുടെ മക്കൾ എന്ന് പറയുന്ന സിനിമയിലെ ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് അത് ഓട്ടംതുള്ളലിൻ്റെ 2 വരികൾ ഞാൻ അത് സൂചിപ്പിക്കുക. അതായത് ആഹാശത്രുവിനാകിലുമിഹ ഭുവി ശിവനേ ഇപ്പടി വരരുത് യോഗം ഉറ്റവർ മുഴുവനൊരുത്തനെ വേഗം കാലന് നൽകാൻ ധൃതിയിലോട്ടം എന്നാണ് 4 വരി തുടങ്ങുന്നത്. ഉറ്റവർ മുഴുവൻ ഒരുത്തനെ വേഗം കാലന് നൽകാൻ ധൃതിയിലോട്ടം നടക്കുവാണെന്ന് പറയുന്ന വരിയാണ്. കാർന്നോർക്കില്ല മരിക്കാനിഷ്ടം ബന്ധുജനത്തിനത് അത്യാവശ്യം എന്ന് പറയുന്ന വരികളൊക്കെയാണ് ആ പാട്ടിൽ വരുന്നത്. അപ്പോൾ അത് വളരെ രസകരമായിട്ടുള്ള, ഇപ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ ശരിക്കും കുഞ്ചമ്പ്യാരാണ് എഴുതിയിട്ടുള്ളതെന്ന് നമുക്ക് തോന്നും. അത്രയും കൃത്യമായിട്ടുള്ള മീറ്ററിങ്ങിലാണ് സന്തോഷത എഴുതിയിട്ടുള്ളത്. അത്രയും രസകരമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഡാർക്ക് ഹ്യൂമർ എന്നൊക്കെ പറയും. നമ്മൾ പറയുമ്പോൾ ഒരാളുടെ മൃതിയെക്കുറിച്ചൊക്കെയാണ് പറയുന്നതെങ്കിലും നമ്മൾ പിന്നീട് ഒക്കെയാണ് അത് നമ്മൾ പറയുമ്പോൾ ന്യൂസായിട്ട് വരുമ്പോൾ നമുക്കതൊരു ട്രാജഡി ആകുന്നു. പക്ഷേ അവിടെ ഇത് എന്തെങ്കിലും ഇത് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മക്കളെ പറയാൻ പ്രേരിപ്പിക്കുന്ന കഥാസന്ദർഭങ്ങളൊക്കെയാണ്. പക്ഷെ അതിന് മൂല കാരണമായിട്ടുള്ളൊരു മെറ്റീരിയൽ ഉണ്ട്. അച്ഛൻ്റെ കയ്യിൽ ഒരു കാര്യമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തെ വളരെ കീ ഫാക്ടറാണ്. അതാണ് ഇതിനകത്തെ ഏറ്റവും രസകരമായിട്ടുള്ളൊരു എപ്പിസോഡും. അതാണ് ഭീമൻ, ഇന്ദ്രൻ ചേട്ടനൊക്കെ അവതരിപ്പിക്കുന്ന ഭീമൻ എന്ന് പറയുന്ന ക്യാരക്ടറൊക്കെ അവിടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസക്തിയൊക്കെ വരുന്നത്. തീർച്ചയായിട്ടും 2024 ഞാൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യാസമുള്ളൊരു കഥാപാത്രം തന്നെയാണ് ഇതിലെ സഹദേവൻ. അത് യാതൊരു സംശയമില്ല. കാരണം 2024 എല്ലാം നല്ല ചിത്രങ്ങളായിരുന്നു, ഹിറ്റ് ചിത്രങ്ങളായിരുന്നു. ഞാൻ അഭിനയിച്ചത് കൊണ്ട് ഹിറ്റായതല്ല, ഹിറ്റായ ചിത്രങ്ങളുടെ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷേ അതിൽ അങ്ങനെ അപ്പോൾ പോലും കുറച്ച് പേര് എന്നെ വിമർശിച്ചു, ഈ സ്ഥിരം സ്റ്റീരിയോ ടൈപ്ഡ് ആവുന്നു, അച്ഛനാവുന്നു എന്നൊക്കെ പറഞ്ഞു. ഇതിലങ്ങനെ ആരോപണം വരില്ല, കാരണം ഇതിലെനിക്ക് കുട്ടികളില്ല. അപ്പം അതുകൊണ്ട് അവിടെ തന്നെ എനിക്ക് ഒരു ഭാഗ്യം കിട്ടി. അപ്പം മാത്രമല്ല ഇതിനകത്ത് എന്താ പറയുക, വിമർശനം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിമർശനം വരാതെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. പക്ഷേ നോക്കിയാൽ വരികൾക്കിടയിൽ വായിച്ചെടുക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു പ്രസ്ഥാനവുമായിട്ടോ ഏതെങ്കിലും പാർട്ടിയുമായിട്ടോ ബന്ധമുണ്ടെന്ന് തോന്നുന്ന രീതിയിലുള്ള ചെറിയ കാര്യങ്ങളുണ്ട്. അതിനെ നമ്മൾ പരിഹസിച്ചിട്ടില്ല, അതിനെ നിരീക്ഷിച്ച് കഥാപാത്രത്തിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട്. അത് ഏത് പാർട്ടിയാണ്, അല്ലെങ്കിൽ ഏത് പ്രസ്ഥാനമാണ്, ഏത് പ്രത്യയശാസ്ത്രമാണെന്ന് വേണമെങ്കിൽ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് വായിച്ചെടുക്കാം. പക്ഷേ അതിൽ ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഞങ്ങളോട് കയർക്കാനോ ക്ഷോഭിക്കാനോ ഉള്ള രീതിയിൽ ഒരു പാർട്ടിയെ ഞങ്ങൾ പരിഹസിച്ചിട്ടില്ല എന്നുള്ളതും ഒരു സത്യമാണ്. അപ്പോൾ വേറിട്ടൊരു വേഷം തന്നെയാണ്. മനുഷ്യൻ്റെ പൈസയോടുള്ള ഒരു ആർത്തി ഉണ്ടല്ലോ,
അത് ഇത് ഞാൻ ഇതുവരെ അവതരിപ്പിച്ചിട്ടുള്ളതിൽ അല്പം കൂടുതൽ കാശിനോട് ആർത്തിയുള്ള ഒരു കഥാപാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് ഒരു വരിയുണ്ട്, സഞ്ചയനത്തിന് മുന്നേ തന്നെ സഞ്ചികൾ തപ്പാൻ വഞ്ചക വൃന്ദം എന്ന് പറയുന്നൊരു വരിയുണ്ട് ഈ പാട്ടിൽ. സഞ്ചയനത്തിന് മുന്നേ തന്നെ സഞ്ചികൾ തപ്പാൻ വഞ്ചക വൃന്ദം ഇറങ്ങിയിരിക്കുക എന്ന് പറയും. അപ്പോൾ ഈ വഞ്ചകരാരാണ് എന്നൊക്കെ പറയുന്ന കാര്യം മാത്രമല്ല, എൻ്റെ ഡയലോഗുണ്ട്, മനുഷ്യന് ജീവിച്ചിരിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ. അപ്പോൾ സ്വന്തം അച്ഛനെക്കുറിച്ച് പറയുകയാണ്. അപ്പം മനുഷ്യരുടെ ഒരു എന്താ പറയുക, കാശിനോടുള്ള ആ ഒരു അത്യാഗ്രഹം. അപ്പോൾ അച്ഛൻ മരിക്കാൻ കിടക്കുമ്പോഴും അച്ഛൻ പെട്ടെന്ന് മരിച്ചാൽ അത്രയും പെട്ടെന്ന് നമുക്ക് അച്ഛൻ്റെ സ്വത്ത് കിട്ടുന്ന ചിന്തിക്കുന്ന മക്കൾ ഈ നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള ചെറിയ അതൊരു ഉപദേശ രൂപേണ അല്ലെങ്കിൽ സന്ദേശ രൂപേണ ഒന്നും അല്ലെങ്കിലും ഇത് കണ്ടാൽ നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ പതിയും, ടച്ച് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ലാതെ പിന്നെ അവിടെ ആകാശത്ത് കിടക്കാൻ പറ്റുമോ? കട്ടിൻ്റെ മുകളിൽ തന്നെ കിടക്കണത്. അതായത് ഞാൻ പറയട്ടെ, ഞാൻ ഇംഗ്ലീഷും ഇതൊന്നും എനിക്കറിയില്ല, ഞാൻ വിദ്യാഭ്യാസ സ്കൂളിലൊന്നും പോകാത്ത ആളാണ്. അപ്പോൾ പച്ച മലയാളത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചോളൂ, ഞാൻ ഉത്തരം പറഞ്ഞുതരാം. കട്ടിൻ്റെ മുകളിൽ കിടക്കുക, ശ്വാസം വലിക്കുക, അവസാനം ചത്തുപോവുക, അതന്നെയാണുള്ളത്. അതൊരു നടന് പ്രശ്നമല്ല, നടനായിരിക്കണം. വെറുതെ വായോണ്ട് പറഞ്ഞുകൊണ്ടായില്ല, അഭിനയം പഠിച്ച് ചെയ്യണം. നടനെ കൊണ്ട് അതും ചെയ്യാൻ പറ്റും, അതിൻ്റെ അപ്പുറം ചെയ്യാൻ പറ്റും. സാറ് യോഗയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ മക്കളെല്ലാവരും കൂടെ പന്തലിക്ക് കെടുത്തുന്നൊരു സീനുണ്ട്. അപ്പോൾ ബോഡി മൊത്തം നമ്മൾ വിചാരിക്കുന്ന പുള്ളി നോർമലായിട്ട് ഇങ്ങനെ കെടുക്കുന്ന പോലെ കെടുക്കുന്ന വിചാരിച്ചു. പക്ഷെ പുള്ളി ഫുള്ള് ബോഡി സ്ട്രക്ചർ ചെയ്ത് ഒരു സ്റ്റിഫായി നിന്നിട്ടാണ് എല്ലാവരും കൂടെ കെടുത്തുന്നത്. അത് നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും. പുള്ളി അത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ട് അപ്പുറത്തിന് വേണ്ടിയിട്ട്. ഇവരുടെയൊക്കെ കൂടെ അഭിനയിക്കാൻ പറ്റിയത് വലിയൊരു ദൈവാധീനം. പിന്നെ എൻ്റെ പുറത്തിറങ്ങിയ ആദ്യത്തെ പടമാണ്. എനിക്ക് ഒത്തിരി ഒന്നും പറയാൻ അറിയത്തില്ല. നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയാം. നല്ല പിള്ളേർ, എൻ്റെ മോനേക്കായാലും നല്ലതാണ്. എന്തോ എനിക്കോ? എനിക്കറിഞ്ഞൂടാ സാറിന് എത്ര വയസ്സുണ്ട്. സാറിന് 40 വയസ്സെന്ന് പറയുന്നത്, എനിക്ക് 63 വയസ്സുണ്ട്. ഇല്ല, വേറെ എൻ്റെ അനിയനായിരുന്നു. ഉണ്ട്. ഓ ഇല്ല, സാറിനെ വെട്ടാൻ ആർക്കും പറ്റത്തില്ല. എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു, ശരിയാവുന്നുണ്ടോ സാറേ, കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു നന്നായിട്ടുണ്ട്. അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ എന്ന് പറഞ്ഞു. അവനിവിടെ നിന്ന് ഇതെല്ലാം കേൾക്കുക. ഉണ്ട്. എന്നെ അവൻ ഇത്ര ആക്കിയത് അവനാ. എനിക്ക് എല്ലായിടത്തും അത് പറയണമെന്നുണ്ട്. അല്ല, കുറച്ചൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആവും, ഇല്ലെന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള സിനിമകൾ, നമ്മുടെ ഈ അഡൾട്ട്സുള്ള സിനിമകൾ അല്ലെങ്കിൽ ഭയങ്കര വയലൻറ്റ് മൂവീസ് എല്ലാം കുട്ടികൾ കാണാൻ പാടില്ല, ബിലോ ദ ഏജ് ഓഫ് 18 കാണാൻ പാടില്ല എന്ന് സെൻസർ ബോർഡ് വളരെ സ്ട്രിക്റ്റായിട്ട് പറയുന്നുണ്ട്. എന്നിട്ടും കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ പാരൻസിൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടെ അതിനകത്ത് അവരും കൂടെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മുടെ വയലൻസിൻ്റെ സ്വാധീനത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ ആ വയലൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഗെയിംസ് ഉണ്ട്, വീഡിയോ ഗെയിംസ്, ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള ഗെയിംസ് ഉണ്ട്. അപ്പോൾ സിനിമയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു റോളുണ്ട്. പക്ഷെ സിനിമ മാത്രമാണ് എന്ന് പറയാൻ പറ്റില്ല. സാഹിത്യത്തിനും കലയ്ക്കും എല്ലാം തന്നെ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, വേറെ ഒരു സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം. അമേരിക്കയിൽ ഒരു വിദ്യാർത്ഥി വന്ന് കൂടെയുള്ള 25-30 വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലുന്ന വാർത്ത കണ്ടാൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു പയ്യനെ സ്വാധീനിക്കില്ലേ? സിനിമ സ്വാധീനിക്കുന്നത് പോലെ തന്നെ ആ സംഭവം അതിൻ്റെ വിഷ്വൽസും ഒക്കെ കാണുന്നുണ്ട്. നമ്മൾ വിഷ്വൽസ് കാണുന്നത് തന്നെ നമ്മളിപ്പോൾ കണ്ട എന്താ, പിന്നെ നാഷണൽ ജിയോഗ്രഫിക്കിൽ നമ്മൾ കാണുന്നത് ഒരു സിംഹം ഇങ്ങനെ പോയി ഒരു മാനിനെ ഇങ്ങനെ പിടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരു സങ്കടവും വിഷമവും അയ്യോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണടച്ചു പോകുന്നു. ചിലരതല്ല, അത് കണ്ടിട്ട് അതാ പിടിക്കുന്ന നോക്കിയേ, മാനിനെ പിടിക്കുന്ന നോക്കിയേ എന്ന് പറഞ്ഞ് ആവേശത്തോടെ നോക്കുന്ന ആൾക്കാരുണ്ട്. ഈ കാണുന്ന ആൾക്കാരുടെ മനസ്സിൽ ആ വയലൻസ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇതിൽ സ്വാധീനിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് അത്തരം സിനിമകളെക്കാളും തീർച്ചയായിട്ടും കുറച്ചുകൂടെ ഒരു പീസ് ഒക്കെ ഉള്ള സിനിമയായിരിക്കും ജനത്തിന് കൂടുതൽ സ്വീകാര്യമാവുക. പക്ഷേ
കാലം മാറുന്നതനുസരിച്ച് നമ്മുടെ OTT-യിലും ഒക്കെ വരുന്ന സിനിമകളൊക്കെ നമ്മളിപ്പോൾ വേണ്ടെന്ന് വെച്ചിരുന്നാൽ തന്നെയും OTT-യിൽ വരുന്ന അന്യഭാഷാ ചിത്രങ്ങൾ, കൊറിയൻ മൂവീസ്, അതിലെല്ലാം വയലൻസ് ഉണ്ടാവും. അത് കണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ സ്വാധീനിക്കപ്പെടാൻ പാടില്ല. നമ്മൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതേ അവസരത്തിൽ നിന്ന് നമ്മൾ നല്ല കാര്യങ്ങൾ എന്തെല്ലാം വരുന്നു. ലഗേരെ ഹോം മുന്നാഭായ് എന്ന് പറഞ്ഞ പടം ഗാന്ധിസം സ്വീകരിക്കാനാണ് ആവശ്യപ്പെട്ടത്. അതിലെത്ര പേര് സ്വീകരിക്കുന്നു? അപ്പോൾ തിന്മ കണ്ടാൽ മാത്രം ഇൻഫ്ലുവൻസ്ഡ് ആകും, നന്മ കണ്ടാൽ ഒരിക്കലും പ്രേക്ഷകർ ഇൻഫ്ലുവൻസ്ഡ് ആകില്ല എന്ന് പറയാൻ പറ്റുമോ? പിന്നെ നടൻ്റെ കാര്യം, ഞാനല്ല ഈ വയലൻസിന് കൂട്ടു നിൽക്കുന്നത്, എൻ്റെ കഥാപാത്രമാണ്. ടോണി ഐസക്ക് കൂട്ടു നിൽക്കുന്നു അക്രമത്തിൻ്റെ. അപ്പോൾ ടോണി ഐസക്കിനെയാണോ പ്രേക്ഷകൻ ഇഷ്ടപ്പെടുന്നത് അതോ ജഗദീഷിനെയാണോ? ജഗദീഷിനെയാണ് ഇഷ്ടപ്പെടണമെങ്കിൽ ജഗദീഷ് ഇതുവരെ വയലൻസിന് വേണ്ടി സംസാരിച്ചിട്ടില്ല. ഒരു സ്കൂളിൽ പോയാലും ഒരു കോളേജിൽ പോയാലും എല്ലാം തന്നെ സ്നേഹത്തിൻ്റെ സന്ദേശമാണ് ഞാൻ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ജഗദീഷ് കൊടുക്കുന്ന സന്ദേശം തിരസ്കരിച്ചിട്ട് ടോണി ഐസക്ക് കൊടുക്കുന്ന സന്ദേശം സ്വീകരിക്കുന്ന പ്രേക്ഷകർ, അത് തീർച്ചയായിട്ടും ഒരു തർക്ക വിഷയം തന്നെയാണ്. തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. അതിനെതിരെ മുഖം തിരിക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ ഈ ലഹരിയൊക്കെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത് എവിടെയാണ്? സ്കൂളുകളുടെയും കോളേജുകളുടെയും അടുത്താണ് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത്. ചില കടകൾ, ചില കോഡ് ഭാഷകൾ, കൈ ഇങ്ങനെ മുറുകെ പിടിച്ചാൽ ഉണ്ടെന്നർത്ഥം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോഡ് ഭാഷകൾ വരെ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഓപ്പണായിട്ട് തന്നെ, കാലം മാറിപ്പോയിരിക്കുന്നു, ഓപ്പണായിട്ട് തന്നെ എന്താ പറയുക, കോളേജ് വിദ്യാർത്ഥിനികൾ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ഞാൻ കണ്ടു. അപ്പോൾ കാലം അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് ശരിയാണെന്നോ തെറ്റാണെന്നോ പറയാൻ പറ്റും. അത് അവരുടെ അവകാശമാണ്. പുരുഷന്മാർക്ക് മാത്രമേ അങ്ങനെ മദ്യപിക്കാവോ എന്നൊരു ചോദ്യമുണ്ട്. അതേ അവസരത്തിൽ ഇങ്ങനെ ഓപ്പണായിട്ട് മദ്യപാനത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ കുറേ വിദ്യാർത്ഥിനികൾ സംസാരിക്കുന്ന കേട്ടപ്പോൾ എനിക്ക് ഷോക്കും സങ്കടവും ഉണ്ടായി. അത് വനിതകളായതുകൊണ്ടോ വിദ്യാർത്ഥിനികളായതുകൊണ്ടോ മാത്രമല്ല, വിദ്യാർത്ഥി സമൂഹം ആണായാലും പെണ്ണായാലും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷെ അതിന് സൊസൈറ്റി കൂടുതലൊരു അക്സെപ്റ്റൻസ് ഇങ്ങനെയൊക്കെ കഴിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വ്യൂ ചെയ്യുന്ന വീഡിയോസ്, വ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്നു. അപ്പം മൊത്തത്തിൽ എങ്ങനെയൊക്കെ ഇതിനെ തടസ്സപ്പെടുത്തി അല്ലെങ്കിൽ ഇതിനെ ബ്ലോക്ക് ചെയ്ത് ഇത് ഒഴിവാക്കാനുള്ള എന്തൊക്കെ നീക്കങ്ങൾ ആരൊക്കെ നടത്തിയിരുന്നാലും അതിന് നമ്മളെല്ലാവരും പിന്തുണ രേഖപ്പെടുത്തണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അലാമിംഗ് റേറ്റിലാണ് ഈ കൊലപാതകമൊക്കെ പോകുന്നത്. ഓരോ ദിവസവും രാവിലെ കാണുന്നത് വെട്ടിക്കൊന്നു എന്നുള്ളതാണ് കാണുന്നത്. അച്ഛൻ മകനെ വെട്ടിക്കൊന്നു, മകൻ അച്ഛനെ വെട്ടിക്കൊന്നു, സംശയത്തിൻ്റെ പേരിൽ കാമുകനെ വെട്ടിക്കൊന്നു, അല്ലെങ്കിൽ ഭാര്യയെ വെട്ടിക്കൊന്നു, അല്ലെങ്കിൽ ഭാര്യയും കുട്ടികളും ചേർന്ന് റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്തു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അഹങ്കരിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല, നമുക്ക് സന്തോഷിക്കാൻ നിർവാഹവും ഇല്ല. നമ്മളെല്ലാവരും കുറച്ച് ഡെസ്പറേറ്റാണ്, ദുഃഖത്തിലാണ്. ഈ നാടിൻ്റെ ഈ കാര്യം ഈ സമയത്ത് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് തന്നെയാണ്. ഇപ്പോൾ ഭാഗ്യവശാൽ സർക്കാരും പ്രതിപക്ഷവും എല്ലാവരും തന്നെ ഒരു കോമൺ ഫൈറ്റിന് വേണ്ടി, കോമൺ വാറിന് വേണ്ടി തുടക്കം കുറിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കൂടെ കലാസമൂഹം നിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്താ പറയുക, സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് കൊടുക്കുന്നില്ല എങ്കിലും വരികൾക്കിടയിൽ വായിച്ചെടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം ഈ പറയുന്ന അച്ഛൻ ജീവിച്ചിരിക്കുമ്പോഴുള്ള അച്ഛന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, അച്ഛന് വേണ്ടി ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പശ്ചാത്താപം അല്ലെങ്കിൽ കുറ്റബോധം, ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ ചെറുതായിട്ടെങ്കിലും ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ജീവിച്ചിരിക്കുമ്പോൾ പലപ്പോഴും അച്ഛനമ്മമാർക്ക് വേണ്ടി ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്ന കുറ്റബോധം പലരെയും ഹോണ്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ ചില കലാസൃഷ്ടിയിലൂടെ, സാഹിത്യ സൃഷ്ടികളിലൂടെ അത് വായിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ നമ്മുടെ അനുഭവങ്ങളുമായിട്ട് നമ്മൾ എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു എന്ന് നമ്മൾ നോക്കാറുണ്ട്. ഈ സിനിമയിലും അത്തരം ചില കാര്യങ്ങൾ ഹാസ്യരൂപേണ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അത് നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുകയാണ്. നിങ്ങൾ നല്ല നമ്മളെല്ലാവരും കുറ്റക്കാരാണെന്നാണ് ഈ സിനിമ പറയുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ അച്ഛനമ്മമാരെ സ്നേഹിക്കണം, നമ്മുടെ അച്ഛനമ്മമാരുടെ സ്വത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകരുത്. അവിടെ എന്ത് ലൈഫെന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റായിട്ട് കുടുംബ ബന്ധങ്ങൾക്ക് വലിയ വാല്യൂ ഉണ്ടെന്നുള്ളത് ഈ ചിത്രത്തിൽ പറയാതെ പറഞ്ഞു പോകുന്നുണ്ട്. ഞാൻ ആഗ്രഹിച്ചത് ഭീമൻ റോള് തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അർജുനൻ എന്നാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. കാരണം ധർമ്മൻ മരിച്ചുപോയി, രണ്ടാമത് ഇന്ദ്രൻസ്, മൂന്നാമത് കഥ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പേര് അർജുനനാവുമെന്ന്. പക്ഷേ അർജുനൻ എന്നെക്കാളും സുന്ദരനായ ഒരു ചെറുപ്പക്കാരനാണ് കൊടുത്ത ആ റോള്. നകുലനും സഹദേവനും എനിക്കും പ്രശാന്തനും തന്നു. പേര് മാത്രമേ ഉള്ളൂ. കഥാപാത്രങ്ങൾ എന്ന നിലയിൽ അഞ്ച് പേർക്കും ഇതിൽ ധർമ്മന് ഇമ്പോർട്ടൻസ് ധർമ്മൻ്റെ പത്നിക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്കി 4 പേർക്കും ഏകദേശം തുല്യ പ്രാധാന്യമാണ്. ഇനി കളിക്ക് അല്ലെങ്കിൽ തമാശയ്ക്ക് വേണ്ടി പറയാമെന്നുള്ളേ ഉള്ളൂ. എനിക്ക് ഈ പഞ്ചപാണ്ഡവരിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും തുല്യ പ്രാധാന്യമാണെന്ന് തോന്നിയിട്ടുണ്ട്. അതിൽ കൂടുതൽ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന, പല കാരണങ്ങളാൽ ചർച്ച ചെയ്യുന്നത് ധർമ്മപുത്രൻ, ഭീമൻ, അർജുനൻ. നകുലനും സഹദേവനും അധികം ചർച്ച ചെയ്യപ്പെടുന്നില്ല. അതെ. അപ്പോൾ അതുകൊണ്ട് കൂടെ ഒരു വേറെ അമ്മമാരും ഒക്കെ ആയതുകൊണ്ടായിരിക്കാം കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇപ്പോൾ രാമായണത്തിലാണെങ്കിൽ ശ്രീരാമൻ ചർച്ച ചെയ്യപ്പെടുന്ന പോലെ ലക്ഷ്മണൻ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്.
ഭരതൻ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, ശത്രുഘ്നൻ അത്ര ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന് പറയുന്നതല്ല. നകുലനും സഹദേവനും അത്രയും ചർച്ച ചെയ്യപ്പെടുന്നില്ല യഥാർത്ഥ മഹാഭാരതത്തിൽ. ഇവിടെ അങ്ങനെയല്ല. അതിൻ്റെ പേരിൽ ഞങ്ങൾ ഒഴിവാക്കി നിർത്തിയിട്ടില്ല, ഞങ്ങൾക്ക് തുല്യ പ്രാധാന്യം തന്നിട്ടുണ്ട്. ഇത് വ്യക്തിപരമായ ആരെങ്കിലും പരിഹസിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. യഥാർത്ഥത്തിൽ ഏത് നായകനാണ് എത്ര സൂപ്പർ ഹിറ്റ് തന്നാലും അദ്ദേഹത്തെ അമാനുഷികനെന്ന് വിശേഷിപ്പിക്കുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. അതേ അവസരത്തിൽ പരാജയപ്പെട്ടു എന്നതിൻ്റെ പേരിൽ ഒരു നടനെയോ നായകനെയോ പരിഹസിക്കുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. അത് അങ്ങനെ ആ ഒരു വ്യക്തിപരമായ ആ ഒരു രീതിയിൽ നമ്മൾ കണക്കിലെടുക്കാൻ പറ്റില്ല. പിന്നെ യഥാർത്ഥത്തിൽ ഈ സിനിമകളെല്ലാം തന്നെ നിർമ്മിക്കുമ്പോൾ എല്ലാവർക്കും വലിയ പ്രതീക്ഷകളാണ്. ഈ കണക്കൂട്ടൽ പ്രേക്ഷകർ അത് ഇഷ്ടപ്പെടും എന്ന വിശ്വാസത്തോടെയാണ് പലപ്പോഴും സിനിമയുമായി മുന്നോട്ട് വരുന്നത്, കലാസൃഷ്ടി. അത് പ്രേക്ഷകർ റിജക്റ്റ് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ തീർത്തും പ്രേക്ഷകർ വലിയ പ്രതീക്ഷയോടെ വരുമ്പോൾ അവരെ നിരാശപ്പെടുത്തുമ്പോൾ അവർ വളരെയധികം ഡിസപ്പോയിൻറ്റഡ് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് അതൊരു നായകനെതിരെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നതിനപ്പുറം നായകനിൽ അർപ്പിച്ച പ്രതീക്ഷ തകർത്തയിലുള്ള ദേഷ്യമാണ്. നായകനോടുള്ള ദേഷ്യമല്ല, വ്യക്തിയോട്. ഇനി ഏത് ഹീറോ ആണെങ്കിലും ശരി, അതെന്തെങ്കിലും കാണും എന്ന് വിചാരിച്ച് വന്നിട്ട് ഒന്നുമില്ല എന്ന് വരുമ്പോൾ അത് ഇന്നൊരാൾ നാളെ വേറൊരാൾ എൻ്റെ ഒരു ചിത്രം എന്തെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് വന്നിട്ട് ഞാൻ ഇതേപോലെ പ്രൊമോഷനിലൊക്കെ ഇരുന്ന് പറഞ്ഞിട്ട് അവിടെ വരുമ്പോൾ തീർത്തും നിരാശപ്പെടുത്തിയാൽ ആ പ്രതീക്ഷ തകർത്തതിൻ്റെ ഒരു ദേഷ്യമോ എന്തെങ്കിലും ഒരു വികാരമോ നിങ്ങൾക്ക് എന്നോടുണ്ടാവും. അതിൽ ഞാൻ പരിഭവിച്ചിട്ട് കാര്യമില്ല, അത്രയേ ഉള്ളൂ. അത് എനിക്കെതിരെയുള്ള അല്ലെങ്കിൽ എന്നോടുള്ള വ്യക്തിപരമായ വിരോധമായിട്ട് ഞാൻ കണക്കാക്കില്ല. കലാകാരന് സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാകണം എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം സമൂഹത്തോട് ഒരു ഉത്തരവാദിത്വമുണ്ട്. ഞാനൊക്കെ വളരെ പേടിച്ചാണ് ഇപ്പോൾ ഒരു പരസ്യത്തിന് എൻഡോഴ്സ് ചെയ്യാൻ പറയുമ്പോൾ, ഒരു ഉദാഹരണത്തിന് ഒരു പണമിടപാട് സ്ഥാപനം, അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമല്ലെങ്കിൽ നാളെ പ്രേക്ഷകർ അല്ലെങ്കിൽ ജനങ്ങൾ എന്നോട് പറയും, ജഗദീഷ് പറഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ കൊണ്ട് പൈസ ഇട്ടത്. ഞങ്ങൾ പ്രിയൻ സാറിൻ്റെയൊക്കെ വലിയ ആരാധകരാണ്, ഞാൻ ഉത്സവം. അപ്പോൾ ഇങ്ങനത്തെ സിനിമയുടെ കഥ ആലോചിക്കുന്ന സമയത്ത് പഴയ കാലഘട്ടത്തെ ആക്ടേഴ്സിനെ വെച്ചിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ റൈറ്റിങ് അല്ലേ തുറന്നത്. അതിപ്പോൾ പപ്പു സാറ് ബാക്കി ഉത്സവം പറയും. എനിക്ക് ഈ പറയുന്ന പോലെ ഒരുപാട് സംസാരിക്കാൻ അറിയത്തില്ല. അല്ല, ജഗദീഷ് ഏട്ടനായാലും ഇന്ദ്രൻ ചേട്ടനായാലും ഞങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജഗദീഷ് ഏട്ടനെയും ഇന്ദ്രൻ ചേട്ടനെയാണ് ഈ പടത്തിൽ ഞങ്ങൾ കൊണ്ടുവന്നേക്കുന്നത്. ആ ഒരു മീറ്റർ പിടിച്ചിട്ടാണ്. അപ്പോൾ ജഗദീഷ് ഏട്ടന് ചില സമയത്ത് ചോദിക്കാറുണ്ട് ഇതേപോലെ, ഇത് മതിയോ, ഇനി ഞാൻ തരാം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ 90s തൊട്ട് നമ്മൾ ടി വിയിലൊക്കെ ഇരുന്ന് കാണുന്ന ഒരു ജഗദീഷ് ഏട്ടനുണ്ട്, ഇന്ദ്രൻ ചേട്ടനുണ്ട്. അവരുടെ ആ ഒരു ഫ്ലേവർ പിടിച്ചിട്ടാണ് ഈ പടം ചെയ്തേക്കുന്നത്. ഈ സിനിമയുടെ കാര്യം പറഞ്ഞല്ലോ, നാരായണിയുടെ 3 മക്കളുടെ കാര്യം പറഞ്ഞ പോലെ നമ്മളൊരു കഥ പറയുന്നു എന്നുള്ളതിനപ്പുറം എങ്ങനെ ഒരു കഥ പറയാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടു മറന്ന 90കളിലെ സിനിമകളുണ്ട്. അതിൻ്റെ ഒരു അനുഭവം ഈ കാലഘട്ടത്തിൽ കൊണ്ടുവരാൻ പറ്റിയാൽ വളരെ നല്ലതാണ്. ഞങ്ങൾ അങ്ങനത്തെ ഒരു ജഗദീഷ് ചേട്ടനെയും അങ്ങനത്തെ ഒരു ഇന്ദ്രൻ ചേട്ടനെയൊക്കെ കണ്ടിട്ട് ഒരുപാട് കാലമായി. അത് നമ്മൾ ഇൻറ്റൻഷ്യലി ഈ പടത്തിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ പടത്തിൽ കാണാൻ പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരാൾ മിസ്സുണ്ട്, ആക്ച്വലി ഈ പടത്തിൽ ഒരാൾ മിസ്സുണ്ട്, ജഗദീഷ് ശ്രീകുമാർ സാർ. സാറുണ്ടായിരുന്നെങ്കിൽ എന്തായാലും സാർ ഈ പടത്തിൽ ഉണ്ടാവുമായിരുന്നു. എളുപ്പം സാധിച്ചു. കാരണം ഞാൻ ഒരു മാറ്റവും വരാതെ ബോഡി സൂക്ഷിച്ച് വെച്ചേക്കുമായിരുന്നു. അപ്പം എനിക്ക് പെട്ടെന്ന് ഓടി എത്താൻ പറ്റി. അത് സത്യമായിട്ടും നമ്മൾ എപ്പോഴും കാത്തിരിക്കുന്നതാണ് അത്തരം കഥാപാത്രങ്ങളെ. വളരെ ഉത്സാഹത്തോടെ നമുക്കൊരുപാട് ആദ്യം വേദനകളൊക്കെ ഉണ്ട് പറയാനും. അത് പെട്ടെന്ന് എല്ലാ മനുഷ്യർ കിട്ടുകയും ചെയ്യും. കാരണം എല്ലാവരും സമാനമായിട്ട് നമ്മളെല്ലാവരും കഴിഞ്ഞു പോകുന്നൊരു കാലഘട്ടം അതാണ്. പക്ഷെ അതുപോലെയല്ല, ചിരിപ്പിക്കാനോ നമ്മൾ ആ മൂഡ് മറന്ന് ആ ഒരു വേദിയിലേക്ക് കൊണ്ടുവരാൻ വെച്ചാൽ ഭയങ്കര പാടാണ്. ഇപ്പോഴത്തെ ആൾക്കാർക്ക് എനിക്ക് അങ്ങനെ തോന്നുന്നു. കുട്ടികൾ പ്രധാനമായിട്ടും അവരെ ചിരിപ്പിച്ചെടുക്കുക വലിയ പാടാണ്. അപ്പോൾ കുറേ നമ്മൾ ഇത്തിരി മുതിർന്നവർക്ക് പണ്ട് മനസ്സിലൊക്കെ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഓർമ്മ ഉള്ളത് കൊണ്ട് ഇച്ചിരി എളുപ്പമായിരിക്കുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപൂർവം സിറ്റുവേഷൻസിൽ മാത്രം ഇതിനകത്ത് ഒരു സംഭവം, ഒരു മാനറിസം പോലെ ഒരു സംഭവം ഞങ്ങൾ ആലോചിച്ചിട്ട് ഈ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്ന ഒരു ശൈലിയുണ്ട്. അത് ഞങ്ങൾ ഇംപ്രവൈസ് ചെയ്തതാണ് സംവിധായകരുമായിട്ട് ഇരുന്നിട്ട്. അത് സംവിധായകർ പറഞ്ഞു ആ കഥാപാത്രത്തിനത് എന്ത് പറയുമ്പോഴും മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്ന ഒരു രീതി അത് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഇംപ്രവൈസേഷൻ അല്ലാതെ ബാക്കിയെല്ലാം മിക്കവാറും സ്ക്രിപ്റ്റിൽ തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, ആ സ്ക്രിപ്റ്റ് ഡീവിയേറ്റ് ചെയ്യുന്നതിൽ വ്യക്തിപരമായി താല്പര്യമില്ലാത്ത 2 സംവിധായകരാണ് അവർ. കഴിയുന്നതും അത് തന്നെ വള്ളി വ്യത്യാസമില്ലാതെ പറഞ്ഞാൽ നന്നായിരിക്കും എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു വെല്ലുവിളിയാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും അത് മാറാൻ
മാറണമെന്ന് നമുക്കും താല്പര്യമില്ല. അതേപടി തന്നെ പറയാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അല്ലെ, ഈ അധ്യാപകർക്ക് വടി കൊടുത്താൽ വീണ്ടും ഇഷ്യൂസ് ഉണ്ടാവും. കാരണം വെച്ചാൽ വടിയെടുത്ത് അടിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന രക്ഷകർത്താക്കളുണ്ട്, ഒരു മൈനോറിറ്റി ആണെങ്കിൽ പോലും. ഞാൻ ഒരു രക്ഷകർത്താവ് എന്ന നിലയിൽ എൻ്റെ വിദ്യാർത്ഥിയെ, എൻ്റെ മകളെ അടിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പില്ല. ഒരു ചൂരലെടുത്ത് 2 അടി കൊടുക്കുന്നതിനോട് ഞാൻ ഒന്നുകൂടെ പറയാതെ, ഒരു രക്ഷകർത്താവെന്ന നിലയിൽ എൻ്റെ മകളെ ഒരു അധ്യാപകൻ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനോട് എനിക്ക് വിയോജിപ്പില്ല. പക്ഷേ അത് മാത്രമാണ് വഴി എന്ന് പറയാൻ പാടില്ല. ഇപ്പോൾ ചൂരലുമായിട്ട് വരുന്ന അധ്യാപകൻ ആ വടിയുടെ സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്, അതിൻ്റെ ആവശ്യമില്ല എന്ന് വാദിക്കുന്നവരുണ്ട്. എന്നാൽ പഴയതുപോലെ ആ വടി വേണമെന്ന് വാദിക്കുന്നവരുമുണ്ട്. ഇതൊക്കെ ഒരു അന്തരീക്ഷം അനുസരിച്ച്, ആ സ്കൂളിൻ്റെ അറ്റ്മോസ്ഫിയർ അനുസരിച്ച്, ആ സ്കൂള് പിന്തുടർന്ന് വരുന്ന വഴികളനുസരിച്ച് ചെയ്യാമെന്നുള്ളത് കവിഞ്ഞ് വടി 100% ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ വടി തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ പറയുമ്പോൾ ഈ വടി കാരണം അല്പം ഒന്ന് സ്ട്രോങ് ആയിട്ട് അടിച്ചു കഴിഞ്ഞാൽ, മുറിവുണ്ടായി കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് അടിയാണോ, വടിയാണോ, വഴക്കാണോ, ശാസനയാണോ, അതോ ബുദ്ധിപൂർവ്വം നല്ല രീതിയിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കലാണോ എന്നൊക്കെ ഉള്ള ഒരു കാര്യം അതാത് അധ്യാപകൻ്റെ രീതി അനുസരിച്ചിരിക്കും. ഇതിനൊക്കെ ഒരു പൊതു നിയമം കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ് എൻ്റെ പക്ഷം. അതൊരിക്കലും ന്യായീകരിക്കാൻ പാടില്ല. അധ്യാപകർ തന്നെയാണ്. ഇനി ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ പറയാം, എൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി നന്നായി വരുമ്പോഴാണ്. അയാൾ നല്ല രീതിയിൽ കഴിയുന്നു, അയാൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നു, നല്ല രീതിയിൽ സ്വന്തം ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബാങ്കിൽ ജോലി നോക്കുന്നു, അല്ലെങ്കിൽ വേറെ സ്ഥാപനങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ അത് വിവരിക്കാൻ കഴിയില്ല. ഒരു അധ്യാപകൻ്റെ സന്തോഷം എനിക്കറിയാം. അപ്പോൾ ആ സന്തോഷത്തിനേക്കാളും വലുതൊന്നുമല്ല. അപ്പോൾ അധ്യാപകന് നമ്മളെന്തെങ്കിലും പേന വാങ്ങിക്കൊടുക്കുക, ഷർട്ട് വാങ്ങിക്കൊടുക്കുക, അതിലൊന്നുമല്ല. അധ്യാപകൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ നന്നാവുക എന്നുള്ളതാണ്. അത് വർഷങ്ങൾക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവും. ഇപ്പോൾ അധ്യാപകൻ കയർക്കുമ്പോൾ ശാസിക്കുമ്പോൾ ഒക്കെ ദേഷ്യം തോന്നുമെങ്കിൽ പോലും പിന്നീട് നമ്മൾ ജീവിതത്തിൽ നല്ല രീതിയിൽ ഉയർന്നു വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടെന്ന് പറയുന്നത് നമ്മുടെ രക്ഷകർത്താക്കളോടുള്ളതുപോലെ തന്നെ അധ്യാപകരോട് നമുക്ക് കടപ്പാട് തോന്നും. അപ്പോൾ അധ്യാപകൻ്റെ എന്ന് പറഞ്ഞിരുന്നാൽ ഏത് അധ്യാപകനായിരുന്നാലും ബഹുഭൂരിപക്ഷം അധ്യാപകരുടെയും നിസ്വാർത്ഥമായിട്ടുള്ള സേവനമാണ്. ശമ്പളം കിട്ടുന്നുണ്ട്, സമ്മതിച്ചു. ബാക്കി അവരുടെ കുട്ടികൾ നന്നായി വരണം, നല്ല ജോലി കിട്ടണമെന്നതിനപ്പുറം നല്ല പൗരന്മാരായി വരുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അധ്യാപക സമൂഹം തന്നെയായിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. ലഹരി വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്, യാതൊരു സംശയമില്ല. ലഹരി എന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ്റെ മനസാക്ഷി മരവിക്കുന്ന തരത്തിലുള്ള ചിന്തകൾ കൂടുതൽ വരുന്നത് ലഹരിയുടെ ഇൻഫ്ലുവൻസിലാണ്. അതിൽ യാതൊരു സംശയമില്ല. അത് ലഹരി വല്ലാത്ത രീതിയിൽ മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ട്. അത് യുവതലമുറയെ സ്വാധീനിക്കുന്നുണ്ട്, യുവതലമുറയെ വഴിതെറ്റിക്കുന്നുണ്ട്. അതിൽ യാതൊരു സംശയമില്ല. ഇനി നമ്മൾ സ്വാഗതം ചെയ്യേണ്ടത് ഇവിടെ നകുലൻ എത്തിയിട്ടുണ്ട്. നകുലൻ എന്ന് പറയുന്നത് മഹാഭാരതത്തിലുള്ള നകുലൻ്റെ ആ സ്ഥാനത്തിനേക്കാളും ഉയർന്ന സ്ഥാനമാണ് പരിവാർ എന്ന ചിത്രത്തിൽ നകുലൻ നൽകിയിരിക്കുന്നത്. നകുലൻ ഇതിനകത്ത് കഥാപാത്രത്തിൽ നകുലനും സഹദേവനും എന്ന് പറഞ്ഞപ്പോൾ അവർ പേഴ്സണലായിട്ട് നകുലൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന യാദൃശ്യമായിട്ട് ഞാൻ കേട്ടു. എന്താണ് നകുലനും സഹദേവനുമായിട്ടുള്ള വ്യത്യാസം എന്ന് ചോദിച്ചപ്പോൾ നകുലൻ സഹദേവനേക്കാളും ചേട്ടാ കുറച്ചുകൂടെ സുന്ദരനാണ് എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ആ കാസ്റ്റിങ്ങിലാണ് പ്രശാന്ത് അലക്സാണ്ടർ നകുലനായതും ഞാൻ സഹദേവനായതും. നകുലൻ അവർ വലിയ കയ്യടിയോടുകൂടി സ്വാഗതം ചെയ്യും. പക്ഷെ ബുദ്ധി കൂടുതൽ സഹദേവനാണ്. ആദ്യം സ്ക്രിപ്റ്റ് കേട്ടപ്പം ഏറെക്കാലമായി സിനിമയിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു പ്രതലത്ത് നിന്നുകൊണ്ട് പറയുന്ന രസകരമായ ഒരു കഥയായിട്ടാണ് തോന്നിയത്. കൂടുതൽ എന്തെങ്കിലും തോന്നണമായിരുന്നോ? ഇല്ല, അങ്ങനത്തെ ഒരു സിനിമയല്ല ഇത്. മൊത്തത്തിൽ ഇപ്പോൾ ഒരാളെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരാളുടെ അഭിനയപാഠം മൊത്തം പുറത്തെടുത്ത് അങ്ങനെ വരുന്നത് ഒരു സിനിമയല്ല. ഒരു കൂട്ടക്കളിയാണ്. അതിൽ ഇന്ദ്രൻ ചേട്ടനും ജഗദീഷ് ചേട്ടനും ഞാനും പിന്നെ ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഭാഗങ്ങൾ ഇതിനകത്ത് ചെയ്യാനുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. ക്യാരക്ടേഴ്സ് വളരെ സിൻസിയറായിട്ട് അവരുടെ ജോലി ചെയ്താൽ അത് നന്നാവും. മ്യൂസിക് അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യും, ആർട്ട് ഡയറക്ഷൻ അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യും. അങ്ങനെ എല്ലാം കോംപ്ലിമെൻ്റ് ചെയ്ത് വരുമ്പോൾ കാണുന്ന ഒരു രസവും ഭംഗിയുമാണ് ഈ സിനിമയെ ആസ്വാദികരമാക്കുന്നത്. അപ്പം എല്ലാത്തിനും ഉപരി ഡയറക്ടേഴ്സിൻ്റെ വിഷനാണ്
പരിവാർ എന്ന് പറഞ്ഞ സിനിമയുടെ രസം. തിങ്കളാഴ്ച നിശ്ചയത്തിൽ പ്രാധാന്യമുള്ളൊരു കഥാപാത്രം തന്നെയായിരുന്നു. പ്രണയവിലാസത്തിൽ ഫസ്റ്റ് ഹാഫിൽ മാത്രം. എനിക്ക് അഭിനയത്തോട് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര പാഷനായിട്ട് അഭിനയത്തെ കാണുന്ന ഒരാളാണ്. ഒരു പ്രൊഫഷൻ എന്നതിൽ ഉപരി എനിക്ക് നല്ലൊരു ആക്ട്രസ് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നതാണ് ആഗ്രഹം. ഇപ്പോൾ പ്രണയവിലാസം കഴിഞ്ഞിട്ട് 2 വർഷം ഗ്യാപ്പ് വന്നതും അതാണ്. വരുന്ന സിനിമകളൊക്കെ ചെയ്തിട്ട് ഫീൽഡ് ഔട്ട് ആവുന്നതിനേക്കാൾ നല്ല സിനിമ ചെയ്തിട്ട് ഫീൽഡ് ഔട്ട് ആവാം എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം സിനിമയിൽ നിലനിൽപ്പ് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു 2 വർഷം നല്ലൊരു സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പായിരുന്നു. അപ്പോൾ ഇതിൽ നിഷ എന്നുള്ള കഥാപാത്രമാണ്, നകുലൻ്റെ ഭാര്യയാണ്. നല്ല കഥാപാത്രമാണ്, നല്ല ഒരു പെർഫോം ചെയ്യാൻ സ്പേസ് ഉള്ളൊരു കഥാപാത്രമാണ്. അപ്പോൾ അത് എന്നെ ഏൽപ്പിച്ചതിന് ഫഹദിനോടും ഉത്സവിനോടും വലിയ കടപ്പാടുണ്ട്. ഋഷി ഭാഗ്യ. അർജുനൻ എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. അച്ഛനോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ആൾ ഞാനാണ് കഥയിൽ. പിന്നെ എനിക്ക് ഇപ്പോൾ ഇവിടെ ഒരു മില്യൺ താങ്ക്സ് പറയാനുള്ള എൻ്റെ ഡയറക്ടേഴ്സിൻ്റെ അടുത്താണ്, ഉത്സവൻ്റെ അടുത്തും പറഞ്ഞതിൻ്റെ അടുത്ത്. അവരാണ് എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നവരാണ് ഡിജിറ്റൽ വില്ലേജിലൂടെ. പിന്നെ പരിവാർ തുടങ്ങുമ്പോഴും നല്ലൊരു കഥാപാത്രം എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചു. പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പിന്നെ ഞാനും വെയിറ്റിംഗ് ആണ്, കൂടുതലൊന്നും പറയാനില്ല. ഇപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഷൂട്ടിംഗ് ഡേയ്സൊക്കെ. എൻ്റെ സിനിമയിലെ തന്നെ ആദ്യത്തെ ഷോട്ട് എൻ്റെ ഇന്ദ്രൻ സാറിൻ്റെ ആയിരുന്നു. അതും ഞാൻ ചെറിഷ് ചെയ്യുന്നൊരു മൊമെൻ്റാണ്. പിന്നെ സുന്ദരിയായിട്ടുള്ളൊരു നായികയാണ് എൻ്റെ, അതും വേറൊരു സന്തോഷം. അപ്പോൾ എന്തുകൊണ്ടും ആരെയും നിരാശപ്പെടുത്തില്ല സിനിമ, അത് ഉറപ്പാണ്. മാർച്ച് 7 റിലീസാണ്. ഈഗർലി വെയിറ്റിംഗ് ആണ് ഞാൻ. ഞങ്ങൾക്കെല്ലാം സുന്ദരിമാരായ നായികമാരെ കിട്ടിയത്. അതെ, എല്ലാവർക്കും സുന്ദരിയായിട്ടില്ല, അല്ല എനിക്ക്. നമസ്കാരം, എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് മിനിമോൾ എന്നാണ്. സോ ഇവരുടെ ഫാമിലി, ഞാൻ നെയ്ബറാണ്. ഇവരെ എല്ലാവരെയും അച്ഛനെ നോക്കാൻ വേണ്ടി ഞാൻ ഇവരുടെ വീട്ടിലേക്ക് പോകുന്നതാണ്. സോ അതാണ് ക്യാരക്ടർ. പിന്നെ ഇല്ല, സോ മാർച്ച് 7 റിലീസ്. എല്ലാവരും പോയി കാണണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷൈനി വിജയൻ. എനിക്ക് ആദ്യമായിട്ട് നന്ദി പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട ഡയറക്ടേഴ്സ് ഉത്സവ്, രാജീവ്, ഭഗത്, നന്ദു. അവർ ഇത്രയും വലിയൊരു കഥാപാത്രം എന്നെ ഏൽപ്പിച്ചതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പിന്നെ എനിക്ക് കഥാപാത്രം എത്രത്തോളം ചെയ്യാൻ പറ്റി എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അത്രയും ഒരു സമാധാനത്തോടെ എനിക്ക് ചെയ്യാൻ ഒരു ധൈര്യം തന്നത്, ഞാൻ ഖസാക്കിൻ്റെ ഇതിഹാസം എന്നുള്ളൊരു നാടകം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ നാടകത്തിൽ നിന്ന് ദീപൻ ശിവരാമൻ, ആ ഡയറക്ടറോടാണ് എനിക്ക് വേറൊരു തരത്തിൽ നന്ദി പറയാനുള്ളത്. പിന്നെ എൻ്റെ വീട് ചെറുവത്തൂർ, കാസർഗോഡ് ജില്ലയിലാണ്. പാരമ്പര്യമായിട്ട് നമ്മൾക്ക് അങ്ങനെ അഭിനയിക്കാൻ വലിയ പാരമ്പര്യം എന്ന് പറയാൻ കുറേ ആൾക്കാരൊന്നുമില്ല. പിന്നെ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാലൊരു നാടക നടനായിരുന്നു. അവിടെ നിന്നായിരിക്കും എനിക്ക് ചിലപ്പോൾ ഈ ഒരു ചെറിയൊരു കഴിവ് കിട്ടിയതെന്ന് തോന്നുന്നു. പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ജഗദീഷ് സാറിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ പറ്റി, ഇത്രയും ത്രൂ ഔട്ടുള്ളൊരു വലിയ ക്യാരക്ടർ. പിന്നെ ഇന്ദ്രൻ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആദ്യമായിട്ട് ഞാൻ അഭിനയിക്കുന്നത് ഷാജിയൻ കരുൺ സാറിൻ്റെ ഓള് എന്ന ചിത്രത്തിലാണ്. അപ്പോൾ ഇന്ദ്രൻ ചേട്ടാ ഒരു തോണിയിൽ നമ്മൾ വന്നത് ഓർക്കുന്നുണ്ടോയെന്നറിയില്ല. അന്ന് തോണിക്കാരൻ ഇന്ദ്രൻ ചേട്ടനായിരുന്നു. അപ്പോൾ അന്നേരം മുതൽ എനിക്ക് ഇന്ദ്രൻ ചേട്ടനെ ഇഷ്ടമായിരുന്നു. പിന്നെ അതുകൊണ്ട് ഇന്ദ്രൻ ചേട്ടൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ വരുമ്പോൾ എനിക്ക് പേടിയുണ്ടായിട്ടില്ല. പിന്നെ ജഗദീഷ് സാറിൻ്റെ കൂടെ വരുമ്പോൾ കോമ്പിനേഷൻ അടുത്തടുത്ത് സാറിൻ്റെ കണ്ണ് കാണുമ്പോൾ എനിക്ക് ആദ്യമൊക്കെ പേടിയുണ്ടായിരുന്നു. പിന്നെ അതുപോലെ പ്രശാന്ത് ഭായ്, നാടകാചാര്യൻ നമ്മുടെ മീൻരാജ് സാർ, അല്ല വിജുപാൽ സാർ, ഇവരുടെയൊക്കെ കൂടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുക എന്ന് വെച്ചാൽ
ഉണ്ണിമായ പിന്നെ എൻ്റെ നാട്ടുകാരിയാണ്. ഞാനൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും കാസർഗോഡ് ജില്ലക്കാരാണ്. ഉണ്ണി പിന്നെ ഇതിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ഭർത്താക്കന്മാരും ആഗ്രഹിക്കുന്ന ഒരു ഭാര്യയാണ് ഞാൻ. ഗീത, സഹദേവൻ്റെ ഗീത. ഒരു അധിക വിദ്യാഭ്യാസമൊന്നുമില്ല, പൊട്ടത്തരത്തിന് കൈയും കാലും വെക്കുക എന്ന് പറയലുണ്ട്. അതുപോലെ കുറേ പൊട്ടത്തരം ഉണ്ടാവും, എന്നാൽ അതിൽ കുറച്ച് കാര്യങ്ങളും ഉണ്ടാവും. ബാക്കിയെല്ലാം നിങ്ങൾ തിയേറ്ററിൽ മാർച്ച് ചെയ്യുന്ന പോയിട്ട് നേരിട്ട് പറയുക. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് പടം കാണണം. എല്ലാവർക്കും നന്ദി. സന്തോഷം, സ്നേഹം. ഇതിൽ എൻ്റെ കഥാപാത്രം ശകുനിയാണോ ശ്രീകൃഷ്ണനാണോ എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കുക. എന്തായാലും ഉടനീളം ഒരു കഥാപാത്രം എനിക്ക് ഈ സിനിമയിൽ സംവിധായകർ തന്നു. അതിന് എനിക്ക് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ജഗദീഷ് സാറാണ് അവസരമുണ്ടാക്കിയത്. ഇത് യുക്തിഭദ്രമായൊരു കഥയാണ്. സംവിധായകർ വളരെ യുക്തിഭദ്രമായൊരു കഥ രസകരമായി പറഞ്ഞിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലോക ആരംഭം മുതൽ അവസാനം വരെ നിൽക്കുന്നൊരു വിഷയവും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇതൊരു കണ്ടിരിക്കേണ്ട വിഷയമാണ്. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നുകിൽ നിങ്ങളുടെ വീട്ടിൽ ഇത് സംഭവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അയലത്തെ വീട്ടിൽ ഇത് സംഭവിച്ചിട്ടുണ്ടാവും, ഇതല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൻ്റെ കാരുടെ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. ഇത് മിടുക്കന്മാരായ നമ്മുടെ സംവിധായകർ ആണെന്ന് തന്നെയാണ് എൻ്റെ ഈ സിനിമ ഷൂട്ട് ചെയ്ത് ഡബ് ചെയ്ത് അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു മിടുക്കന്മാരാണ്. പിന്നെ ബിജുപാൽ സാറിൻ്റെ സംഗീതം ഞാനിപ്പോഴാണ് കേട്ടത്, കാരണം അത് ഡബിങ് സമയത്ത് അത് ഉണ്ടായില്ല. എന്തായാലും ഇപ്പോൾ പാട്ട് കേട്ടപ്പോൾ അത് മൂളാൻ എനിക്ക് തോന്നി. എന്തായാലും ഇത് കാണാൻ പടം പഠിച്ച് ഞാൻ എവിടെയെങ്കിലുമൊക്കെ പാടും, പാട്ടുകാരനല്ലെങ്കിലും. പിന്നെ സന്തോഷ് വർമ്മ സാറിൻ്റെ വരികളും ഹൃദ്യം. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇത് സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും യുക്തിഭദ്രതയുടെ ഒരു കഥയാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന ഹിൽഡ. എൻ്റെ പേര് ഹിൽഡ എന്നാണ്. ഇതിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രം ഈ പാണ്ഡവ പടയുടെ ഏക നെയ്ബറാണ്. എൻ്റെ ഹസ്ബൻഡായിട്ട് ഫ്ലെക്സ് വാസു എന്ന് പറഞ്ഞ സാബുചേട്ടനാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത്. ബാക്കി പിന്നെ നിങ്ങൾ 7-ാം തീയതി കണ്ടിട്ട് ഞങ്ങളുടെ കാര്യങ്ങൾ വിലയിരുത്തുക, സപ്പോർട്ട് ചെയ്യുക. ഹലോ, എൻ്റെ പേര് സാബു എന്നാണ്. ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. ഈ സിനിമയിൽ 2 കുടുംബങ്ങളെ പറ്റി പറയുന്ന ഒരു കഥയാണ്. അതിൽ പ്രധാന കുടുംബം എന്ന് പറയുന്നത് പാണ്ഡവന്മാരുടെ കുടുംബവും അതിനടുത്ത് താമസിക്കുന്ന ഫ്ലെക്സ് വാസുവിൻ്റെ കുടുംബമാണ്. അപ്പോൾ എൻ്റെ മകളാണ് ഇതിലെ നായിക. അവരുടെ വീട്ടിൽ സുഖമില്ലാതെ കിടക്കുന്ന അച്ഛനെ പരിചരിക്കാൻ പോകുന്നു. അതിൻ്റെ കൂടെ അവിടെ ഒരു കള്ളക്കളിയും കൂടി പുള്ളിക്കാരിക്കുണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതിൽ ശരിക്കും ഇതിൽ പോസ്റ്ററിലൊക്കെ ആദ്യമായിട്ടാണ് എൻ്റെ ഫോട്ടോ വരുന്നത്. അപ്പോൾ നമ്മുടെ പ്രമോദ് വെളിയനാട് ചേട്ടൻ വിളിച്ചിട്ട് അദ്ദേഹത്തിന് നാടക അവാർഡ് കിട്ടി. അപ്പോൾ അതിന് കൺഗ്രാറ്റ്സ് പറയാൻ വേണ്ടി വിളിച്ചപ്പോൾ സാബുവേ എല്ലാവരും എന്നെ വിളിച്ച് കൺഗ്രാജുലേഷൻ പറയുന്നുണ്ട് പോസ്റ്ററിൽ വന്നതിന്. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്തും പറയുന്നുണ്ട് പ്രമോദ് വെളിയനാട് നിൽക്കണം, നീ എവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിക്കണം. ഞാൻ അതിൽ വലിയ താടിയൊക്കെ വെച്ചിട്ട് മുട്ടയൊക്കെ അടിച്ചിട്ട് നിൽക്കുന്ന ഒരു രൂപമാണ് ഇതിൽ. അതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു രീതിയാണ്. പിന്നെ ഇതിൽ ഓഡിഷൻ വന്ന സമയം തൊട്ട് എനിക്ക് ഈ കഥാപാത്രം ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ച് ഈ നമ്മളെ ഡയറക്ടർമാർ തിരഞ്ഞെടുത്തു. എന്നാലും ഒരു സമയം എൻ്റെ നിന്ന് കയ്യിൽ നിന്ന് പോകുമെന്ന് തോന്നി. അത്രയ്ക്ക് വലിയൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ജഗദീഷേട്ടനും പ്രശാന്ത് അലക്സാണ്ടറും വളരെയധികം സഹായിച്ചു. ഇന്ദ്രൻ സേട്ടനെ ഞാനൊരു 3ാമത്തെ പടമാണെന്ന് തോന്നുന്നു ചെയ്യുന്ന. ഇന്ദ്രൻ സേട്ടൻ്റെ ചെറിയ ട്രിക്കുകളൊക്കെ മാറിയൊക്കെ പറഞ്ഞിരുന്നു, നീ അങ്ങനെയും കൂടി ചെയ്തു നോക്ക്, നീ ഇങ്ങനെ ഒന്ന് മുഖം പിടിച്ചു നോക്ക് എന്നൊക്കെ പറഞ്ഞിരുന്നുണ്ട്. അതൊക്കെ വളരെ സഹായി. അതുകൊണ്ട് ഈ കഥാപാത്രം പൂർണ്ണമായിട്ട് എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. മാർച്ച് 7-ന് നിങ്ങളും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും എല്ലാവരും ഈ പടം കണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പറയുന്നു. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വൈഷ്ണവ് എന്നാണ്. ഋഷി പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ഞങ്ങളുടെ 2 സംവിധായകരോട് തന്നെയാണ്. ഇവരുടെ ഡിജിറ്റൽ വില്ലേജ് പറഞ്ഞ സിനിമയിൽ ഞാനും ഋഷി ഇപ്പോൾ ഞങ്ങൾ 3 നായകന്മാരായിരുന്നു. അതിൽ ഒരു ത്രൂ ഔട്ട് ക്യാരക്ടറായിരുന്നു ഞങ്ങൾ 3 പേരും. ഞങ്ങളുടെ കൂടെ ഒരു ഫ്രണ്ട് കൂടി ഉണ്ട്, അമൃത് എന്നാണ് പേര്. അവനിപ്പം പുറത്താണ്. അപ്പം ഈ സിനിമയിൽ ക്യാരക്ടറിൻ്റെ പേര് അശോകൻ എന്നാണ്.
അപ്പോൾ ഈ പഞ്ചപാണ്ഡവരിൽ മൂത്തവനായ ധർമ്മപുത്രയുടെ മകനാണ്. അപ്പം പാണ്ഡവഭൂമിയിൽ ഒരു അശോകൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിട്ടാണ്. അപ്പം സെക്കൻഡ് ഹാഫോട്ട് ത്രൂ ഔട്ട് ക്യാരക്ടറാണ്. അപ്പം ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തൊക്കെയും ഈ സീനിയേഴ്സിൻ്റെ കൂടെയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം. ബാക്കിയെല്ലാം നിങ്ങൾ മാർച്ച് 7 തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാം. എൻ്റെ ആദ്യത്തെ സിനിമയാണ്. വളരെ നല്ലൊരു അനുഭവമായിരുന്നു സിനിമ. മാർച്ച് 7 ഇറങ്ങും. എല്ലാവരും പോയി കാണുക. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഈ ഒരു പ്രസ് മീറ്റ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്.